ജയോ വരദാരി ജയ ഗോപീ ജനവല്ലഭ ജയോ ഗിരിവരദാരി ജയോ ഗിരിവരദാരി ജയോ യശോദാനന്ദന ജയോ വ്രജനരഞ്ജന ജയോ യശോദാനന്ദന ജയോ വ്രജനരഞ്ജന ജയോ യമുനതവനചാരി ജയോ കുഞ്ച വിഹാരി ജയോ യമുനതവനചാരി ജയോ കുഞ്ച വിഹാരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ജഗന്നാഥയോ Prabhupada, Prabhupada, Jaya Jaya Prabhupada, Jaya Jaya Prabhupada, 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 Jaya Jaya Prabhupada, Jaya Jaya Gurudev, 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 Jaya Jaya Gurudev, Jaya Jaya Gurudev, Gurudev. Gurudev, Jaya Jaya Gurudev. Om Namo Bhagavate Vasudevaya. 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 ഹരേ കൃഷ്ണ. കേൾക്കാമോ എല്ലാവർക്കും? ക്ലിയർ ആണോ? കേൾക്കാം. ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ. കൃഷ്ണകൃപയാൽ ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതത്തില് 1-ാമത്തെ സ്കന്ധം 1-ാം അധ്യായം ഋഷിമാരുടെ അന്വേഷണങ്ങൾ എന്നുള്ള അധ്യായത്തിൽ 3-ാമത്തെ ശ്ലോകം നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതാദ്രവസംയുത
പിബത ഭാഗവതം രസമാലയ മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ എന്നുള്ള ഈ ശ്ലോകത്തിന്റെ വിവർത്തനം. അല്ലയോ വിദഗ്ധരും ചിന്താശീലരുമായ ജനങ്ങളെ, വേദസാഹിത്യത്തിലെ ചിന്താമണി വൃക്ഷത്തിന്റെ പരിപക്വ ഫലമായ ശ്രീമദ് ഭാഗവതം ആസ്വദിക്കൂ. ശ്രീല സുഖദേവ ഗോസ്വാമിയുടെ അധരങ്ങളിൽ നിന്നാണവ ഉദ്ഭവിച്ചത്. ആകയാൽ മുക്താത്മാക്കൾ ഉൾപ്പെടെ ഏവരും അതിയായി ഇഷ്ടപ്പെടുന്ന ഈ അമൃതരസം കൂടുതൽ ആസ്വാദ്യമായി തീർന്നിരിക്കുന്നു. ഇതിന്റെ ഭാവാർത്ഥം കുറച്ച് നീളമുള്ളതാണ്. ഇന്ന് നമ്മൾ ഏറ്റവും അവസാനത്തെ 2 പാരഗ്രാഫും കൂടെയാണ് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുള്ളത്. അതുകൊണ്ട് ഞാൻ ഏറ്റവും അവസാനത്തെ ഭാഗമായ 2 ശ്ലോകം കൂടെ 2 പാരഗ്രാഫും കൂടെ വായിക്കാം. ശ്രീ ശ്രീ ജഗന്നാഥ് ബലദേവ് സുഭദ്രാമയി ജി കി ജയ്. വിനയാനിതനായ യാതൊരു ആത്മാർത്ഥ ശ്രോതാവിനും തൽക്ഷണം തന്നെ സാംസാരിക ലോകത്തിലെ വൈകൃത ആസ്വാദനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ അതീന്ദ്രിയ സ്വാദ് ആസ്വദിക്കാൻ കഴിയുമാറ് ശ്രദ്ധാവിഷയ സന്ദേശങ്ങളെ ശ്രീ സുഖദേവ ഗോസ്വാമിയുടെ അധരങ്ങളിൽ കൂടി വർണ്ണിച്ചിരിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ അതിശ്രേഷ്ഠ കൃഷ്ണലോക ഗ്രഹത്തിൽ നിന്നും നിബന്ധിച്ചതല്ല പരിപക്വ ഫലം ശ്രീമദ് ഭാഗവതം. ഉചിതമായി താരതമ്യേന അധികം സംതൃപ്തിയോടെ ശിഷ്യ പരമ്പര ശ്രേണിയിലൂടെ യാതൊരു വിഘ്നവും കൂടാതെ മാറ്റവും കൂടാതെ ശ്രദ്ധാപൂർവം കൈമാറ്റം ചെയ്യപ്പെട്ടതാണ് ശ്രീമദ് ഭാഗവതം എന്ന പരിപക്വ ഫലം. അതീന്ദ്രിയ ഗുരു ശിഷ്യ ശ്രേണിയിൽ ഉൾപ്പെടാത്ത മൂഢ വ്യക്തികൾ രാസനൃത്തം എന്നറിയപ്പെടുന്ന അതീന്ദ്രിയ ഉത്തുംഗ രസത്തെ, അതീന്ദ്രിയ സാക്ഷാത്കാര അവസ്ഥകളെ അത്യധികം ശ്രദ്ധാപൂർവം അവതരിപ്പിച്ച ശ്രീ സുഖദേവ ഗോസ്വാമിയുടെ കാലടികളെ പിന്തുടരാതെ ഗ്രഹിക്കാൻ പരിശ്രമിക്കുക വഴി മഹാ അപരാധം പ്രവർത്തിക്കുന്നു. അത്യധികം ഗൗരവത്തോടെ ശ്രീമദ് ഭാഗവത വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ശ്രീ സുഖദേവ ഗോസ്വാമിയെ പോലുള്ള മഹത് വ്യക്തികളെ അടിസ്ഥാനമാക്കി ശ്രീമദ് ഭാഗവതത്തിന്റെ പരിപാവനമായ സ്ഥാനം ഗ്രഹിക്കത്തക്ക വണ്ണമുള്ള വിവേകം ഒരാൾക്ക് നിശ്ചയമായും ഉണ്ടാവണം. നിജമായും ശ്രീ സുഖദേവ ഗോസ്വാമിയുടെ പ്രതിനിധിയായ ഒരാളിൽ നിന്നു മാത്രമേ ഭാവിയിലും ശ്രീമദ് ഭാഗവത അഭ്യാസനം നടത്താവൂ എന്നാണ് ഗുരുശിഷ്യ ശ്രേണിയിലെ ഭാഗവത പാഠശാല നിർദ്ദേശിക്കുന്നത്. നീതിവിരുദ്ധമായി ജീവിതവൃത്തിക്കായി ഭാഗവത പാരായണം നടത്തി ധനം സമ്പാദിക്കുന്ന ഒരാൾ നിശ്ചയമായും ശ്രീ സുഖദേവ ഗോസ്വാമിയുടെ പ്രതിനിധി അല്ല. ഇത്തരം വ്യക്തിയുടെ മുഖ്യ ഉദ്ദേശം ഉപജീവനം മാത്രമാണ്. ആകയാൽ അത്തരം വ്യക്തിയുടെ ഭാഗവത പാരായണ ശ്രവണം നിശ്ചയമായും പരിവർജിക്കണം. അത്തരം വ്യക്തികൾ സാധാരണയായി ഗംഭീര ഭാഗവത വിഷയത്തെ ക്രമേണ മനസ്സിലാക്കുന്നതിന് പകരം തൽക്ഷണം തന്നെ അതിനിഗൂഢമായ ഭാഗവതത്തിൽ നുഴഞ്ഞു കയറുന്നു. മൂഢവിഭാഗ ജനങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുന്ന രാസനൃത്ത സംബന്ധ വിഷയത്തിൽ മാത്രം ഊർജസ്വലരായി മുഴുകുന്നു. ചിലർ രാസനൃത്തത്തെ അസാൻമാർഗികമായി കരുതുന്നു. എന്നാൽ മറ്റു ചിലർ സ്വന്തം മൂഢവ്യാഖ്യാനങ്ങളാൽ രാസനൃത്തത്തെ ആവരണം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു. അവർക്കാർക്കും തന്നെ ശ്രീല സുഖദേവ ഗോസ്വാമിയുടെ കാലടികളെ പിന്തുടരാനുള്ള യാതൊരു അഭിലാഷവും ഇല്ല. ആകയാൽ അതീന്ദ്രിയ ശാസ്ത്രത്തെ കുറിച്ച് അല്പജ്ഞാനം മാത്രമുള്ള ഒരു ലൗകികനെ സംതൃപ്തിപ്പെടുത്തുവാനായി മനോരഥം പോലെ വായിക്കാതെ
ആരംഭം മുതൽ സുവ്യക്തമായി വർണ്ണിക്കുന്ന സുഖദേവ ഗോസ്വാമിയുടെ ശിഷ്യ പരമ്പര ശ്രേണിയിലൂടെ മാത്രമേ രസ അധ്യയനത്തിൽ ഏർപ്പെടുന്ന ഗൗരവ പഠിതാവ് ഭാഗവത സന്ദേശ സ്വീകരണത്തിൽ ഏർപ്പെടാവൂ. ആത്മാർത്ഥതയോടെ ഗൗരവമായി ഭാഗവത പഠനത്തിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് തൽക്ഷണം തന്നെ വേദവിജ്ഞാനത്തിന്റെ പരിപക്വ ഫലത്തിന്റെ സ്വാദ് സുഖദേവ ഗോസ്വാമിയുടെയോ അഥവാ ഉത്തമ വിശ്വാസയോഗ്യനായ അദ്ദേഹത്തിന്റെ പ്രതിനിധിയുടെയോ അതരങ്ങളിൽ കൂടി അനായാസേന നുകരുവാൻ സാധ്യമാകുന്ന തരത്തിൽ അത്യന്തം ശ്രദ്ധാപൂർവമാണ് ശ്രീമദ് ഭാഗവതം അവതരിപ്പിച്ചിരിക്കുന്നത്. ഓം തത്സത്. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഓമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുലോർമിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാഗതാമ്യഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപാദകമലം ശ്രീഗുരു വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഗഗണ രഘുനാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദാൻ സഗഗണ ലളിത ശ്രീ വിശാഖാനിതാം ച. ഹേ കൃഷ്ണ കരുണ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗരിശേ നമഃ. നമോ ബ്രാഹ്മണ ദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ച ജഗദ്ഗിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. വാഞ്ചാകൽപതരൂപേച്ഛ കൃപാ സിന്ധുഭേവ ച പതിതാനാം പാവനേഭോ വൈഷ്ണവേഭോ നമോ നമഃ. ജയ ശ്രീ നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമോ ഓം വിഷ്ണുദായ കൃഷ്ണപ്രക്ഷായ ബുധരേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമി നാമിനെ. നമാമി മൂർധന്യ ചരണാരവിന്ദേ ശ്രീ ഭാഗവത വത്സുമേധസേ പ്രചാരണേ ലോകധാരണേ ശ്രീ മഹാവിഷ്ണു ഗോസ്വാമി. ഹരേ കൃഷ്ണ. വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ വളരെ മനോഹരമായ ശ്ലോകത്തിന്റെ പരിസമാപ്തിയിൽ എത്തി നിൽക്കുന്നു. ശ്രീമദ് ഭാഗവതം 1-ാമത്തെ സ്കന്ധം 1-ാമത്തെ അധ്യായം 3-ാമത്തെ ശ്ലോകത്തിന്റെ അവസാനത്തെ 2 ഭാഗങ്ങൾ കൂടി നമ്മൾ ഇന്ന് വായിച്ചു തീർത്തിരിക്കുന്നു. അപ്പോ ആ ശ്ലോകം നമ്മളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യും. എന്താ? അല്ലയോ വിദഗ്ധരും ചിന്താശീലരുമായ ജനങ്ങളെ. നമ്മളല്ല പറഞ്ഞിരിക്കുന്നത്, വിദഗ്ധരും ചിന്താശീലരുമുള്ള ആൾക്കാരെ, കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാരെയാണ്. അവരെ പോലും വിളിച്ചിരിക്കുകയാണ്. എന്താണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? വേദസാഹിത്യത്തിലെ ചിന്താമണി വൃക്ഷത്തിന്റെ പരിപക്വ ഫലമായ ശ്രീമദ് ഭാഗവതം ആസ്വദിക്കൂ എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ശ്രീമദ് ഭാഗവതത്തിലേക്ക് വരുവാൻ നമ്മളെ ഓരോരുത്തരും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും ക്ഷണിച്ചിരിക്കുന്നത് ബുദ്ധിമാന്മാരായ, ചോദ്യം ചോദിക്കുന്ന, ചിന്താശീലരായ, ഇൻക്വിസിറ്റീവ്, അതായത് ജിജ്ഞാസ ഉള്ള ആൾക്കാരെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. ശ്രീല സുഖദേവ ഗോസ്വാമിയുടെ നിന്നാണവ ഉദ്ഭവിച്ചത്. അത് പറഞ്ഞതാരാണ്? ആദിശക്തനായ സുഖദേവ ഗോസ്വാമി. ആകയാൽ മുക്താത്മാക്കൾ ഉൾപ്പെടെ ഏവരും അതിയായി ഇഷ്ടപ്പെടുന്ന ഈ അമൃതരസം കൂടുതൽ ആസ്വാദ്യമായി തീർന്നിരിക്കുന്നു. മുക്താത്മാക്കൾക്ക് പൊതുവെ ഒരു ആഗ്രഹമില്ല, എന്നാൽ അവരെ പോലും ആകർഷിപ്പിക്കാൻ ശ്രീമദ് ഭാഗവതത്തിന് കഴിവുണ്ട്. അപ്പൊ അത്രയും മനോഹരമായ ശ്രീമദ് ഭാഗവതം കേൾക്കുവാൻ, അമൃതരസം ഉള്ള ഈ ഭാഗവതം കേൾക്കാൻ എല്ലാവരും വരുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ്. അപ്പോ അമൃതരസം, വ്യത്യസ്ത രസം ഏതൊക്കെയാണ് എന്ന് ശ്രീമദ് ഭാഗവതത്തില് പർപ്പട്ടില് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് 2-3 ദിവസം കൊണ്ട് നമ്മുടെ ഭക്തന്മാർ രസത്തിനെയും ഭാവത്തിനെയും കുറിച്ചുള്ള ചർച്ചയിലാണ്.
അപ്പൊ അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കാരണം ഭക്തന്മാർക്കിടയിൽ ഇങ്ങനെയുള്ളൊരു ഡിസ്കഷനാണ് ശരിക്കും ആരോഗ്യകരമായ ഡിസ്കഷൻ എന്ന് പറയുന്നത്. കാരണം എന്ത്, മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥ എന്തച്ചമാം നിത്യം തുഷ്യന്തിചാ രമന്തിചാ. എന്റെ ശുദ്ധഭക്തന്മാരുടെ ചിന്ത എന്നിൽ കുടികൊള്ളും, അവരുടെ ജീവിതം തികച്ചും എന്റെ സേവനത്തിലായി സമർപ്പിതമായിരിക്കും. എന്നെ കുറിച്ചുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട് അവർ പരസ്പരം ബോധദീപ്തരാവുകയും വഴി അവർ സംതൃപ്തിയും ആനന്ദവും അനുഭവിക്കും. അപ്പൊ ഈ ചോദ്യം ചോദിക്കുകയും അതിന്റെ ഉത്തരവും കിട്ടുകയും ചെയ്യുമ്പോൾ നമ്മൾ വളരെ സംതൃപ്തി അനുഭവിക്കുകയാണ്, ഒരു വല്ലാത്ത ആനന്ദം അനുഭവിക്കുകയാണ്. അത് ഭക്തന്മാർ തമ്മിലുള്ള സംഭാഷണത്തിൽ ഓരോരുത്തരുടെയും അവരവരുടെ അറിവ് അനുസരിച്ച് പരസ്പരം ബോധദീപ്തരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഡിസ്കഷൻ ആണ് ഭക്തന്മാർക്കിടയിൽ ഏറ്റവും ആനന്ദം പ്രദാനം ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ഭഗവത്ഗീതയില് ചതുർശ്ലോകി ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തെ ഡിസ്കഷൻ വളരെ അർത്ഥവത്താണ്. അതിനുവേണ്ടി നമുക്ക് ടോപ്പിക്ക് തുടങ്ങി വെച്ച പ്രിയപ്പെട്ട ഉമമാതാജിയെ ഹൃദയപൂർവ്വം നന്ദി പറയും. താങ്ക് യു മാതാജി. അതിനുവേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ ഭക്തന്മാരെയും, ഹിസ് ഗ്രേസ് പരദാം പ്രഭു, ഹിസ് ഗ്രേസ് ചക്രദാസ് പ്രഭു, അതേപോലെ തന്നെ ഇന്നലെ ഈവനിങ് ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിൽ ഇതേ ശ്ലോകവും ചോദ്യവും നമ്മുടെ പ്രിയപ്പെട്ട സീനിയർ വൈഷ്ണവൻ ഹിസ് ഗ്രേസ് സുന്ദർ നിത്യാനന്ദ പ്രഭുവിന്റെ ഫ്രണ്ടില് ഇതേ ചോദ്യം നമ്മൾ ചോദിച്ചപ്പോൾ അത് വളരെ മനോഹരമായ ക്ലാരിഫിക്കേഷൻ നൽകുകയുണ്ടായി. അപ്പോ ഈ ഒരു പരസ്പര ഡിസ്കഷനാണ് നമുക്ക് വിവിധ രസങ്ങൾ നമുക്ക് തരുന്നത്. ഇത് ഒരു വളരെ രസകരമായ പരിപാടിയാണ്. അപ്പോ ചൈതന്യ ചരിതാമൃത ശ്രീമദ് ഭാഗവതത്തിന്റെ ഇന്നത്തെ ഈ ശ്ലോകത്തിന്റെ അകത്ത് 12 വ്യത്യസ്ത രസങ്ങളെ കുറിച്ച് പറയുന്നു. അത് ഒന്ന് രൗദ്രം, അദ്ഭുതം, ശൃംഗാരം, ഹാസ്യം, വീരം, ദയ, ദാസ്യം, സഖ്യം, ഭയാനകം, ബീഭത്സം, ശാന്തം, വാത്സല്യം, ഇങ്ങനെ വ്യത്യസ്ത രസങ്ങൾ പറയുന്നു. അപ്പോ ഈ വ്യത്യസ്ത രസങ്ങൾക്കെല്ലാം നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു അറിവ്, ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് ഡയറക്റ്റായിട്ട് അനുഭവജ്ഞാനത്തിൽ വന്നില്ലെങ്കിൽ കൂടിയും ഇതിലെ വ്യത്യസ്ത രസങ്ങൾ നമ്മൾ പലപ്പോഴായി ഭൗതിക ലോകത്തിലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ സൂപ്പർ മോസ്റ്റ് ബന്ധം ഭഗവാനുമായിട്ട് നമുക്ക് ഈ രസങ്ങളിൽ കണക്ട് ചെയ്തുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് സമ്പാദിക്കാൻ നമുക്ക് ചെയ്യേണ്ട കാര്യം, ഈ രസങ്ങളെ കുറിച്ചും ഭാവത്തിനെ കുറിച്ചും കൂടുതൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ള റെഫറൻസ് ആയി നമുക്ക് കാണാൻ കഴിയുന്നത് ശ്രീ ഭക്തി രസാമൃത സിന്ധു എന്നുള്ള പുസ്തകം. ശ്രീല രൂപഗോസ്വാമി എഴുതിയ മനോഹരമായ പുസ്തകമാണ് ഭക്തി രസാമൃത സിന്ധു. നക്ടർ ഓഫ് ഡിവോഷൻ എന്നാണ് ഇതിൽ പറയുന്നത്. ഇതിന്റെ അവസാന ഭാഗങ്ങളിൽ ഈ രസത്തിനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് കാണാവുന്നതാണ്. ഭാഗം 1, 2, 3, 4 എന്നിങ്ങനെയുള്ള വ്യത്യസ്ത ഭാഗമാണ് അതിലുള്ളത്. അതിൽ ഭാഗം 3 ഈ രസത്തിനെ കുറിച്ച് വളരെ വിപുലമായി പറഞ്ഞിട്ടുണ്ട്. ഭാഗം 3 ഞാൻ കണ്ടൻസ് ഉള്ളടക്കത്തിന്റെ ഹെഡിങ് മാത്രം വായിക്കാം ഭക്തന്മാരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി. ശാന്ത ഭക്തി രസം 35-ാമത്തെ അധ്യായമാണ്. പ്രീതി ഭക്തി രസം, അതായത് ദാസ്യഭാവം, അതിനുവേണ്ടി പ്രത്യേക അധ്യായം തന്നെ ഉണ്ട് കേട്ടോ. കൃഷ്ണസേവനത്തിന്റെ പ്രാരംഭിക ശക്തികൾ, ഔദാസീന്യവും വേർപാടും, കൃഷ്ണദർശനത്തിലുള്ള മാർഗങ്ങൾ എന്നിങ്ങനെ കുറെ പുത്രന്മാരെയും മറ്റ് ആജ്ഞാനുവർത്തിയുടെ ആദരഭക്തി, പ്രയോഭക്തി രസം, അതായത് സാഹോദര്യഭാവം, പ്രയോഭക്തി കാര്യങ്ങൾ, പുത്രമാതൃഭാവം, മാധുര്യ ഭക്തി രസം എന്നിങ്ങനെ പ്രൈമറി ഭക്തി എന്നുള്ള ഭക്തിരസം എന്നുള്ള രീതിയിൽ 5 തരം രസമുണ്ട്. ബാക്കി 12-ൽ 5 പോയി ബാക്കി 7 രസങ്ങൾ സെക്കൻഡറി ഭക്തിരസം എന്നാണ് പറയുന്നത്. അതിൽ ഹാസ്യ ഭക്തിരസം, അദ്ഭുതരസം, വീരരസം, കാരുണ്യവും രൗദ്രവും, ഭയാനകവും ബീഭത്സവും, സംരക്ഷണം, മിത്രരസങ്ങളെ കുറിച്ച് അല്പം കൂടി, രാസാഭാസം എന്നിങ്ങനെയുള്ള അധ്യായങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ഭക്തന്മാർക്ക് കിട്ടുമെന്നുള്ള കാര്യം ഞാൻ ഭക്തന്മാരുടെ ശ്രദ്ധയിൽ ഇവിടെ പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതേപോലെ ശ്രീ ചൈതന്യ ചരിതാമൃതം എന്നുള്ള ഒരു പുസ്തകം, ചൈതന്യ ശിഷ്യാമൃതം, ചൈതന്യ ചരിതാമൃതത്തിന്റെ ക്ലാസ് ഈവനിങ് നടക്കുന്നുണ്ട്. അതല്ല, ചൈതന്യ ശിഷ്യാമൃതം എന്ന് പറഞ്ഞ് ചൈതന്യ മഹാപ്രഭുവിന്റെ മൊത്തം ടീച്ചിങ്സിനെയും ഉൾപ്പെടുത്തിയ ഒരു പുസ്തകം നമുക്ക് ഇസ്കോണിൽ അവൈലബിൾ ആണ്. അതിന്റെ അവസാന ഭാഗങ്ങളിലും ഇതുപോലെ ഈ രസങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇന്നലെ ഭഗവാന്റെ കൃപയാൽ കുറച്ച് റെഫർ ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടി. ഈ ഭക്തന്മാരാണ് അതിനെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളെയും ഹൃദയപൂർവ്വം
ആത്മാർത്ഥമായി നന്ദി പറയും. ഇനി രസം നമുക്ക് ഭക്തിയുക്ത ഭഗവത് സേവനത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, നമുക്ക് തീർച്ചയായിട്ടും ഭാവം നമുക്ക് കുറച്ചൊക്കെ ഈ കലിയുഗത്തിലും ഇപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലും നമുക്ക് കുറച്ച് ഭാവഭക്തിയോടുകൂടി കുറച്ചൊക്കെ നമുക്ക് ഭഗവാനെ സേവിക്കാൻ പറ്റും. ഭാവം യഥാർത്ഥം പറയുകയാണെങ്കിൽ നവവിധ ഭക്തി പ്രോസസ്സുകളിൽ ഏറ്റവും അവസാനത്തെ 2 സ്റ്റെപ്പുകളാണ് ഈ പറയുന്ന ഭാവവും പ്രേമവും. പ്രേമ രസത്തിലാണ് നമുക്ക് എന്ത് വെളിവായി കിട്ടുന്നത്? രസം നമുക്കും ഭഗവാനും തമ്മിലുള്ള നമ്മൾ തമ്മിലുള്ള യഥാർത്ഥ ബന്ധം എന്തെന്ന് വെളിവായി കിട്ടുന്നത് നവവിധ ഭക്തി പ്രോസസ്സിൽ അവസാനത്തെ ഭാഗമായ ഭാവത്തിലും അതേപോലെ തന്നെ പ്രേമത്തിലും കൂടിയാണ്. അപ്പൊ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട കാര്യം എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഭക്തി പ്രാക്ടീസിന്റെ തുടക്ക കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവ ഒന്നൊന്നായി പ്രാക്ടീസ് ചെയ്യുകയാണ്. there are 9 stages in the process of ഭക്തി. അതിൽ ആദ്യത്തേത് ശ്രദ്ധ, രണ്ടാമത്തത് സാധുസംഗം, മൂന്നാമത്തത് ഭജനക്രിയ, നാലാമത്തത് അർത്ഥനിർവൃത്തി, അഞ്ചാമത്തത് നിഷ്ഠ, ആറാമത്തത് രുചി, ഏഴാമത്തത് ആസക്തി, എട്ടാമത്തത് ഭാവം, ഒമ്പതാമത്തതാണ് പ്രേമം. ഈ പ്രേമം എന്നുള്ള അവസാനത്തെ സമയം ആണ് നമുക്ക് ഭഗവാനും നമ്മളും തമ്മിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ, നമ്മുടെ യഥാർത്ഥ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ 9ാമത്തെ സ്റ്റേജിലാണ് നമുക്ക് വെളിവാക്കി കിട്ടുന്നത്. അപ്പൊ ആ 9ാമത്തെ സ്റ്റേജിൽ എത്തുന്നതിന് തൊട്ട് മുമ്പത്തെ സ്റ്റേജാണ് ഭാവം എന്ന് പറയുന്നത്. അത് 8ാമത്തെ സ്റ്റേജാണ്. ഇതൊന്നുകൂടി വിശദമാക്കി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യാം. ശ്രദ്ധ എന്നുള്ള ഭക്തിയുടെ പ്രോസസ്സിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഭഗവാനിൽ ഒരു വിശ്വാസം ഉണ്ടാക്കുക. അതുവരെ നമ്മൾ ഭഗവാനെ ഇല്ല എന്ന് പറയുന്നതിൽ നിന്നും നമ്മൾ ഭഗവാൻ ഉണ്ട് എന്നൊരു വിശ്വാസത്തിൽ നമ്മൾ എത്തുന്ന ആ ഒരു ഫസ്റ്റ് സ്റ്റേജാണ് ശ്രദ്ധ എന്നുള്ള സ്റ്റേജ്, ഫെയ്ത്ത്. 2ാമത്തെ സ്റ്റേജ് സാധുസംഘം. ആ വിശ്വാസം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ അസോസിയേറ്റ് വിത്ത് ഡിവോട്ടീസ്, സാധുസംഘം നമ്മൾ എടുക്കേണ്ടത്. 3ാമത്തെ സ്റ്റേജിൽ ഭജനക്രിയ, ടു എൻഗേജ് ഇൻ ഡിവോഷണൽ സർവീസ്. നമ്മൾ ചെറിയ ചെറിയ ഭക്തിയുക്ത ഭഗവത് സേവനത്തിൽ ഏർപ്പെടണം. അതിൽ ആദ്യത്തെ സേവനം എന്ന് പറയുന്നത് നാക്കുകൊണ്ടുള്ള സേവനമാണ്. സേവോന്മുഹോഹി ജിഹ്വ സ്വയമേവ സ്മരത്തി. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സ്വയമേ സ്മരത്തി നമുക്ക് സ്മരണയിൽ വന്നുകൊള്ളും. പക്ഷെ ആദ്യം ജിഹ്വ, നാക്കുകൊണ്ട് സേവനം സ്റ്റാർട്ട് ചെയ്യണം. അതായത് 2 എണ്ണമാണ്. 1 നാമജപം, 2 ഭഗവാന് നിവേദിച്ച പ്രസാദം കഴിക്കുക. പിന്നെ അല്ലാതെ ഭഗവാന്റെ ശരീരം കൊണ്ടുള്ള ചെറിയ ചെറിയ സേവനങ്ങളിൽ ഏർപ്പെടുക. ഇതാണ് 3ാമത്തെ സ്റ്റേജ്. അടുത്തത് അനർത്ഥ നിർവൃത്തി, ബിക്കമിങ് ഫ്രീ ഫ്രം മെറ്റീരിയൽ കണ്ടാമിനേഷൻ, സിൻഫുൾ ഡിസയർസ് ഇൻ ദ ഹാർട്ട്. ഹൃദയത്തിൽ കുറെ ഭൗതികമായ ആഗ്രഹങ്ങളും മാലിന്യങ്ങളും ഉണ്ടാവും. അത് നമ്മൾ ബോധത്തോടെ അതിൽ നിന്നും വിട്ട് സ്വയമേ ഉയർന്നു വരണം. അതാണ് ഉത്തരാത്മനാത്മാൻ. സ്വയമേ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അത് വേണ്ട, അതൊന്നും വേണ്ട, അതിന്റെ പുറകെ പോണ്ട എന്ന് പറഞ്ഞ് സ്വയമേ നമ്മളെ തന്നെ പിടിച്ച് പൊക്കിയെടുക്കണം. അതാണ് അനർത്ഥ നിർവൃത്തി എന്നുള്ള 4ാമത്തെ സ്റ്റേജ്. അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോൾ നിഷ്ഠയാണ്, സ്റ്റഡീനെസ് ഇൻ ഡിവോഷണൽ സർവീസ്. നമ്മൾ റെഗുലർ ആയിട്ട് ഭക്തിയുക്ത ഭഗവത് സേവനത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു നിഷ്ഠ ഉണ്ടാവും. റെഗുലർ ഹാബിറ്റായി മാറും, നമ്മുടെ സ്വഭാവമായി റെഗുലർ ആയിട്ട് ചെയ്യുന്ന നിഷ്ഠ. അതിരാവിലെ ഏൽക്കുക, ദിവസവും 16 മാല ജപിക്കുക, ഭഗവാന്റെ പ്രസാദം മാത്രം കഴിക്കുക, മംഗളാരതി അറ്റൻഡ് ചെയ്യുക, ഡെയിലി ഭാഗവതം കുറച്ചെങ്കിലും വായിക്കുക, ഡെയിലി ഭാഗവതം ക്ലാസ് അറ്റൻഡ് ചെയ്യുക, എന്നിങ്ങനെയുള്ള നിഷ്ഠ റെഗുലർ ആയിട്ട് ചെയ്യുന്ന പരിപാടികളാണ് നിഷ്ഠ എന്ന് പറയുന്നത്. ശ്രീ ശ്രീ ജഗന്നാഥ് ബലദേവ് സുന്ദരമയ്യക്ക് ജയ്. അടുത്തത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ആസക്തി കൂടി വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്യാൻ നമുക്ക് തോന്നും. അതാണ് നിഷ്ഠ കഴിഞ്ഞ് രുചി, നല്ല രുചി ഉണ്ടാവും. അത് ചെയ്യണം നമുക്ക് തോന്നും. ടു ഗെറ്റ് എ ടേസ്റ്റ് ഓഫ് ഫോർ ഭക്തി. അത് നമുക്ക് ബോറടിക്കാതെ നമുക്ക് ആത്മാർത്ഥതയോടുകൂടി ആനന്ദത്തോടുകൂടി ചെയ്യാൻ പറ്റുന്ന അടുത്ത സ്റ്റേജാണ് രുചി എന്ന് പറയും. അതിന്റെ അടുത്ത സ്റ്റേജ് ആസക്തി. നമ്മൾ വളരെ ആത്മാർത്ഥമായി അറ്റാച്ച്ഡ് ടു കൃഷ്ണ, നമ്മൾ കൃഷ്ണനുമായിട്ട് നല്ല അറ്റാച്ച്മെന്റോടുകൂടി നല്ല ഇമോഷണലായി നമ്മൾ ഭഗവാന്റെ കാര്യങ്ങളിൽ ഏർപ്പെടാൻ തുടങ്ങും. അതാണ് ആസക്തി എന്ന് പറയുന്ന അടുത്ത 7ാമത്തെ സ്റ്റേജ്. അതിനുശേഷം ഉണ്ടാവുന്ന ഒരു ഭാവമാണ് ഭാവം എന്നുള്ള അടുത്ത സ്റ്റേജ്, 8ാമത്തെ സ്റ്റേജ്. ജെന്യൂൻ എസ്റ്റാറ്റിക് ഇമോഷൻസ്. നമ്മുടെ ഉള്ളു തട്ടിയ ആത്മാർത്ഥതയോടുകൂടി നമ്മളെ ഭാവത്തോടുകൂടി വളരെ ആത്മാർത്ഥമായി ഭഗവാനായിട്ട് നമ്മൾ അറ്റാച്ച്ഡ് ആയി ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാൻ തുടങ്ങുന്ന ഭാവം എന്നുള്ള അടുത്ത 8ാമത്തെ സ്റ്റേജ്. അതിനുശേഷമാണ്
നമുക്ക് പ്രേമം നമുക്ക് കിട്ടുന്നത്. പ്രേമം എന്നുള്ള 9ാമത്തെ സ്റ്റേജ് പ്യുവർ ലവ് ഫോർ കൃഷ്ണ. കൃഷ്ണനിലേക്കുള്ള അഹൈതുകമായ ഒരു ആത്മാർത്ഥമായ ഒരു പ്രേമം നമ്മളിലേക്ക് ഉള്ളിൽ നിന്ന് ഉളവാകും. അപ്പൊ ഇത് 9ാമത്തെ സ്റ്റേജാണ്. അപ്പൊ 9ാമത്തെ സ്റ്റേജ് ആ സമയത്താണ് ഭഗവാൻ നമ്മൾ തമ്മിലുള്ള യഥാർത്ഥ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ, ഭഗവാൻ നമ്മൾ തമ്മിലുള്ള രസം, അതായത് സഖ്യരസമാണോ, അതല്ല ദാസ്യരസമാണോ, അതല്ല നമ്മൾ ഭഗവാൻ തമ്മിലുള്ള സഖ്യരസമാണോ, വാത്സല്യ രസമാണോ, അല്ലെങ്കിൽ മാധുര്യ രസമാണോ നമ്മൾ ഭഗവാൻ തമ്മിലുള്ള എന്നുള്ളത് നമുക്ക് വെളിവായി കിട്ടുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഈ 9ാമത്തെ സ്റ്റേജിലാണ്. അപ്പൊ അതിന് തൊട്ട് മുമ്പത്തെ സ്റ്റേജാണ് ഭാവം എന്നുള്ള സ്റ്റേജ്. ഭാവത്തിന്റെ അർത്ഥം ജെന്യൂൻ എസ്റ്റാറ്റിക് ഇമോഷൻസ് എന്നാണ്. നമ്മുടെ ഇമോഷൻ എല്ലാം ഭഗവാന്റെ ഭക്തിയിൽ ഏർപ്പെടുത്താൻ പറ്റുന്ന 8ാമത്തെ സ്റ്റേജ്. അപ്പൊ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മുടെ രൂപഗോസ്വാമി ഭക്തി രസാമൃത സിന്ധുവിൽ എഴുതി. അതേപോലെ ചൈതന്യ ശിക്ഷാഷ്ടകം എന്നുള്ള പുസ്തകത്തിലും ചൈതന്യ ശിക്ഷാമൃതം എന്നുള്ള പുസ്തകത്തിലും ഈ പ്രക്രിയകളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മറ്റൊരവസരത്തിൽ ഇതിനെക്കുറിച്ച് ഓരോ രസത്തിനെ കുറിച്ചും നമ്മൾ വിപുലമായ രീതിയിലുള്ള ഒരു ഡിസ്കഷൻ ചെയ്യാൻ നമുക്ക് ഭഗവാൻ അവസരം ഉടനെ നൽകട്ടെ. ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം ഭഗവാൻ തരും. ഇനി ഭാവം എന്നുള്ള രീതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഡിവോഷണൽ സർവീസിൽ ഭഗവാൻ അത് സ്വീകരിക്കും. ശരിക്കും നമുക്ക് ഒറിജിനൽ ഭാവം ഒന്നും വരുന്നില്ല. ഭഗവാന്റെ യഥാർത്ഥ 8ാമത്തെ സ്റ്റേജിലുള്ള യഥാർത്ഥ ഭാവം വരുന്നില്ല. എന്നാലും നമുക്ക് ഇപ്പൊ കുറെയൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇമിറ്റേഷൻ ആണ് ചെയ്യുന്നത്. എന്നാൽ കൂടി അത് ഗുണമുണ്ട് തന്നെ. കാരണം ഭഗവാൻ നമ്മുടെ ഇന്റൻഷൻ സ്വീകരിക്കാറുണ്ട്, അതുപോലെ നമ്മുടെ ഭാവവും ഭഗവാൻ സ്വീകരിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഞാനൊരു കഥ പറയും. ഭാവഗ്രാഹി ജനാർദ്ദനാണ്. അപ്പൊ നമ്മുടെ ഭാവവും ഭഗവാൻ സ്വീകരിക്കും. രസം എന്നുള്ള സ്റ്റേജിൽ എത്തിയില്ലെങ്കിൽ കൂടി ഭാവത്തിൽ നിന്ന് ഭഗവാനെ സേവിച്ചാൽ നമ്മുടെ ആ ഭാവവും ഭഗവാൻ സ്വീകരിക്കും. ഉദാഹരണത്തിന് മഹാബലിയുടെ മകളായിരുന്നു രത്നമാല. മഹാബലിയുടെ മകൾ രത്നമാല വാമനദേവന്റെ ആവിർഭാവ സമയത്ത്, അതായത് അശ്വമേധ യജ്ഞം നമ്മുടെ പ്രിയപ്പെട്ട മഹാബലി നടത്തുമ്പോൾ അശ്വമേധ യജ്ഞം നടക്കുന്ന സ്ഥലത്ത് വാമനദേവൻ ആവിർഭവിച്ച സമയത്ത് മഹാബലിയുടെ പുത്രി രത്നമാല ഭഗവാനെ കണ്ടതും ഒരു കുള്ളൻ അല്ലെ, വാമനദേവൻ കുള്ളനാണ്. ആ കുള്ളനെ കണ്ടപ്പോ എന്റെ മകനായിരുന്നെങ്കിൽ എനിക്ക് എടുത്ത് പാലൂട്ടാമായിരുന്നു എന്നൊരു ഫീലിംഗ് രത്നമാലയ്ക്കുണ്ടായി. അത് ആരുടെ ഫ്രണ്ടിലാണ് ഉണ്ടായത്? ഭഗവാന്റെ ഫ്രണ്ടിലാണ് ഉണ്ടായത്. ഭഗവാൻ ഭാഗവതം എന്ന് പറയുന്നത് തന്നെ എന്താണ്? കൽപ്പതരു, ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്ന കൽപ്പതരുവാണ് ശ്രീമദ് ഭാഗവതം. ഭാഗവതം ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല. അപ്പൊ വാമനദേവന്റെ ഫ്രണ്ടിൽ വെച്ചാണ് രത്നമാല ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചത്. അപ്പൊ ഇത് ഒരു കൽപ്പതരുവാണ് വെച്ചാൽ കൽപ്പവൃക്ഷത്തിന്റെ ഫ്രണ്ടിൽ നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും നടക്കുമെന്ന് പറയും പോലെ ശ്രീമദ് ഭാഗവതത്തിൽ ഇന്നത്തെ ശ്ലോകത്തിൽ കൽപ്പതരു എന്ന് പറഞ്ഞിട്ടുണ്ട്. രത്നമാല ആഗ്രഹിച്ചത് വാമനദേവന്റെ ഫ്രണ്ടിൽ ആയതുകൊണ്ട് വാമനദേവൻ ഉടനെ തഥാസ്തു എന്ന് മനസ്സുകൊണ്ട് അനുഗ്രഹം കൊടുത്തു രത്നമാല. എന്നാൽ കുറച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ രത്നമാലയുടെ ഭാവം എന്താണ്? അമ്മയുടെ ഭാവം, വാത്സല്യ ഭാവത്തിലാണ് ഇപ്പോ ദേവി ഭഗവാനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. വാത്സല്യ ഭാവത്തിലാണ് സേവ ചെയ്യാൻ ആഗ്രഹിച്ചു, പാലൂട്ടാൻ ആഗ്രഹിച്ചു. എന്നാൽ രത്നമാലയ്ക്ക് കുറച്ചു നേരം കൂടെ ഭഗവാന്റെ ലീലകൾ കണ്ടുകൊണ്ടിരുന്നപ്പോ ഒരു കാര്യം മനസ്സിലായി. ഇവിടെ വന്നിരിക്കുന്ന വാമനൻ ചെറിയ ആളല്ല. വന്നിരിക്കുന്നത് അച്ഛന്റെ മൊത്തം സ്വത്തും അപഹരിച്ചെടുക്കാൻ വന്നിരിക്കുന്ന ഒരു ആളാണെന്ന് ഉടനെ മനസ്സിലായി. കാരണം എന്ത്? വാമനദേവൻ ഉടനെ തന്നെ വലിയ രൂപം ധരിച്ച് മഹാബലിയുടെ എല്ലാ സ്വത്തും 2 കാൽപ്പടി കൊണ്ട് അളന്നെടുത്തു. ഇനി 3ാമത്തെ കാൽപ്പടി വയ്ക്കാൻ സ്ഥലമില്ലാതായപ്പോൾ അച്ഛൻ സ്വന്തം എല്ലാം സർവസ്വവും സമർപ്പണം ചെയ്ത് ആത്മസമർപ്പണം ചെയ്യുകയുണ്ടായി. അപ്പൊ ഇവിടെ രത്നമാല മഹാബലിയുടെ മകൾ ഉടനെ ഭാവം മാറി. ഇങ്ങനത്തെ പുത്രനായിരുന്നെങ്കിൽ ഞാൻ വിഷം കൊടുത്ത് കൊല്ലുമായിരുന്നു എന്നുള്ള ഭാവത്തിലേക്ക് പോയി. പെട്ടെന്ന് അങ്ങനെയാണ് ചിന്തിച്ചത്. ഓ, ഇങ്ങനത്തെ പുത്രനാണോ? എങ്കിൽ ഞാൻ
ഇങ്ങനത്തെ പുത്രനാണ് എനിക്ക് കിട്ടിയെങ്കിൽ ഞാൻ വിഷം കൊടുത്ത് കൊല്ലുമായിരുന്നു എന്ന് ഒരു ഒരു സെക്കൻഡ് എല്ലാം അപകരിച്ചെടുക്കുന്ന ഈ പുത്രനാണ് എനിക്ക് എന്റെ ഫ്രണ്ടിൽ വരുന്നെങ്കിൽ ഞാൻ വിഷം കൊടുത്ത് കൊല്ലുമായിരുന്നു എന്നും കൂടെ രത്നമാല ചിന്തിച്ചു പോയി. അതും ആരുടെ ഫ്രണ്ടിൽ വെച്ചായിരുന്നു ചിന്തിച്ചത്? കൽപ്പതരുവും കൽപ്പവൃക്ഷമായ ഭഗവാന്റെ ഫ്രണ്ടിൽ. ഭാഗവതവും കൽപ്പവൃക്ഷമാണെന്ന് ഇന്നത്തെ ശ്ലോകത്തിൽ പറയും. അപ്പൊ ഭാഗവതം വായിക്കുന്നവർക്ക് എല്ലാ ആഗ്രഹവും നടക്കും എന്നുള്ളതിന് തെളിവ് ഇതൊക്കെയാണ്. അപ്പൊ ആലോചിച്ച് നോക്കണം, ഒരേ സമയത്ത് രത്നമാല ആഗ്രഹിച്ചത് രണ്ടാണ്. രണ്ട് ഭാവത്തിലാണ് രത്നമാല വന്നിരിക്കുന്നത്. രത്നമാലയുടെ ഒരു ഭാവം ഏത് രസമുണ്ടായിരുന്നു? വാത്സല്യ രസമാണ് ഭഗവാനായിട്ട് എൻജോയ് ചെയ്യാൻ ആഗ്രഹിച്ചത്. എന്നാൽ മറു സൈഡില് നമുക്ക് എന്ത് പറയാം? രൗദ്രം എന്ന് പറയാം, അല്ലേ? അല്ലെങ്കിൽ ഭയാനകം എന്ന് പറയാം, ബീഭത്സം എന്ന് പറയാം, അല്ലെ? രണ്ടാമത്തെ ആ രസം ഇതിലേക്ക് മാറി, ഈ മറ്റൊരു രസത്തിലേക്ക് മാറിയിരിക്കുക. അപ്പോ ഈ രണ്ടും എങ്ങനെയാണ് കൃഷ്ണൻ അച്ചീവ് ചെയ്ത് കൊടുക്കുന്നത്? ഒരേ സമയത്ത് സ്നേഹപൂർവ്വം വാത്സല്യത്തോടു കൂടി വാത്സല്യം എന്നുള്ള ഒരു 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 ഭാവം സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കണം, രസം സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കണം. മറു സൈഡിൽ കൊല്ലുന്ന രീതിയിലുള്ള ഒരു ആഗ്രഹവും സാറ്റിസ്ഫൈ ചെയ്തു. ഇതെങ്ങനെ ചെയ്യാം? അതിന്റെ രസം എന്തെന്ന് വെച്ചാല്, അടുത്ത ജന്മത്തില് രത്നമാല ജനിക്കുന്നത് പൂതനയായിട്ടാണ്. പൂതനായിട്ട് വന്ന് വാമനദേവൻ ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് സ്വയം അവതരിക്കുകയുണ്ടായി, അല്ലെ? നേരിട്ട്. അപ്പൊ പൂതന എന്ത് ചെയ്തു? പൂതനയുടെ ഭാവം എന്താണ്? അമ്മയെ പോലെ എടുത്ത് പാല് കൊടുക്കുക. അപ്പോ രത്നമാല കഴിഞ്ഞ ജന്മത്തിൽ ആഗ്രഹിച്ച ആ ആഗ്രഹം ഇവിടെ ഭഗവാൻ സാറ്റിസ്ഫൈ ചെയ്തു. ഭഗവാൻ ശ്രീകൃഷ്ണൻ പാല് കുടിക്കുക. എന്നാൽ വിഷം കൊടുത്ത് കൊല്ലും എന്നുള്ള ആ ഒരു രണ്ടാമത്തെ ഭാവത്തിലേക്ക് ദേവി രത്നമാലയായിരിക്കുന്ന സമയത്ത് ചിന്തിച്ചത് കൊണ്ട്, പൂതനയായിരിക്കുന്ന സമയത്ത് ഭഗവാൻ പാലൂട്ടിയത് വിഷം തേച്ചിട്ടാണ് പാലൂട്ടിയത്. അപ്പൊ ഈ രണ്ടും അവിടെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഭഗവാൻ ഒരേ ലീലയിൽ ഒരുപാട് പേരെ ഒരുപാട് രസങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള വിവിധ രസങ്ങൾ എൻജോയ് ചെയ്യാൻ ഭഗവാന്റെ ലീലകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും കഴിയുന്നു എന്നുള്ളത് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കും. ഇപ്പൊ നരസിംഹ ജയന്തിയാണ്. നരസിംഹ ജയന്തിയില് നമ്മൾ നരസിംഹദേവനെ എപ്പോഴും നരസിംഹദേവനെ നമ്മൾ പ്രകീർത്തിക്കാറുണ്ട്. ഏറ്റവും വലിയ രസം എന്തെന്നാൽ ഓൾ ഓവർ വേൾഡിൽ ഇസ്കോണിൽ എല്ലാ പൂജയ്ക്കും, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഉള്ള സകല പൂജയ്ക്കും നമ്മൾ നരസിംഹദേവന്റെ കീർത്തനങ്ങൾ പാടാറുണ്ട്, അല്ലെ? അതില് നമ്മൾ എടുത്ത് പാടുന്ന ഒരു സംഭവം എന്ന് വെച്ചാല് തവകര കമല വരെ നാഹ അദ്ഭുത ശൃംഗ എന്നാണ്. ഭഗവാന്റെ കാര്യങ്ങൾ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. നമുക്കൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഭഗവാന്റെ ലീലകൾ എങ്ങനെയാണ്, ഏതാണ്. ഭഗവാന്റെ തവകര കമല വരെ നാഹ എന്ന് വെച്ചാൽ ഭഗവാന്റെ നഖം എങ്ങനെയുള്ളതാണ്? താമര ഇതൽ പോലെ മൃദുലമാണ് എന്ന് പറയും. അതേ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്, എന്താണ്? വജ്രനഹ, അദ്ദേഹത്തിന്റെ നഖം നല്ല വജ്രം പോലെ കടുപ്പമേറിയതാണെന്നും പറയുന്നു. ഇതെങ്ങനെ നമ്മൾ മനസ്സിലാക്കും? ഒരേ സമയത്ത് തന്നെ രണ്ടും പറയുന്നു. അപ്പൊ ഇത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ദഹിക്കത്തില്ല, പക്ഷെ അത് സത്യമാണ്. ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ ശ്രീമദ് ഭാഗവതത്തില് അത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഭഗവാന്റെ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വലിയ വലിയ ഋഷിവരന്മാർ അത് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. പിന്നെയല്ലേ നമ്മൾ. എന്താണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്? അല്ലയോ ഇതിനകത്ത് പറയുന്നുണ്ട് ഒന്നാമത്തെ ശ്ലോകത്തില്, അഗ്നിയിൽ ജലത്തെയും ജലത്തിൽ കരയെയും മിഥ്യാദർശനം നടത്തി സംഭ്രാന്തരായവരെ പോലെ എന്നാണ് പറഞ്ഞത്, അല്ലെ? ഭഗവാന്റെ ലീലകളെല്ലാം അത്ഭുതപ്പെടുത്തും. കരയില് വെള്ളത്തിനെ കാണും, വെള്ളത്തിൽ കരയെ കാണും. ഇങ്ങനെയാണ് ഭഗവാന്റെ ലീല നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇതെല്ലാം പരിപൂർണമായും ഭഗവാൻ ചെയ്യുന്നുണ്ട്. നമ്മളെ വിദ്യാദർശനം നടത്തുന്നു എന്ന് പറയുമ്പോഴും ഭഗവാൻ പരിപൂർണനാണ്. അദ്ദേഹത്തിന് ഒരു കുറവുമില്ലാത്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ലീലകൾ പഠിക്കുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങൾ അപൂർണമായതുകൊണ്ടാണ് നമുക്കതെല്ലാം ഗ്രഹിച്ചെടുക്കാൻ പറ്റാത്തത്. അദ്ദേഹത്തിന്റെ എല്ലാ ലീലകളും ശരിയായ രീതിയിൽ നമുക്ക് ഭാവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയാത്തത്. അദ്ദേഹത്തിന്റെ എല്ലാ 12 ഭഗവാന്റെ സേവനത്തിൽ 12 രസങ്ങളെ ഉൾപ്പെടുത്താമെങ്കിലും നമുക്കെല്ലാം ഉൾപ്പെടുത്താൻ കഴിയാത്തത് നമ്മുടെ കുറവുകൾ കൊണ്ട്. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഭഗവാന്റെ ലീലകൾ കേൾക്കുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമുള്ള കാര്യം. അത് ഏറ്റവും ഭാഗ്യവാന്മാർക്ക് മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ,
ഭഗവാന്റെ ബട്ടർ സ്റ്റീലിംഗ് ലീല എന്ന് വെച്ചാൽ വെണ്ണ അപഹരിച്ചെടുക്കുന്ന ഭഗവാന്റെ ലീല. അപ്പൊ അവിടെ നടന്ന സംഭവം എന്താ? ഭഗവാന്റെ വെണ്ണ ലീല, ഭഗവാൻ മറ്റുള്ള സ്ഥലത്ത് പോയി ഗോപന്മാരുടെയൊക്കെ വീട്ടിൽ പോയി ഭഗവാന്റെ വെണ്ണ അടിച്ചു മാറ്റുന്ന ലീല അല്ലെ, വെണ്ണ അപഹരിക്കുന്ന കള്ളകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ലീല കാണാനുള്ള ഭാഗ്യം ആർക്ക് കിട്ടിയിട്ടില്ല? അത് ഗോപികമാർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, യശോദയ്ക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. യശോദയ്ക്ക് കിട്ടിയിട്ടില്ല. സ്വന്തം വീട്ടിൽ നിന്ന് കഴിക്കുന്നത് അടിച്ചു മാറ്റി കഴിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് സ്വന്തം വീട്ടിൽ നിന്ന് എടുത്ത് കഴിക്കുന്നില്ലേ. എന്നാല് കൃഷ്ണൻ മറ്റുള്ള വീട്ടിൽ പോയി ഭഗവാന്റെ ആഗ്രഹം അനുസരിച്ച് വെണ്ണ കട്ട് തിന്നുന്ന ലീല കാണാനുള്ള ഭാഗ്യം, നേരിട്ട് കാണാനുള്ള ഭാഗ്യം യശോദയ്ക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ യശോദയ്ക്ക് അത് കേട്ട് കേൾവിയേ ഉള്ളൂ അല്ലേ. ആര് പറഞ്ഞിട്ട്? ഗോപികമാര് വന്ന് പറഞ്ഞിട്ടേ ഭാഗ്യമേ യശോദ ദേവിക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ചോദ്യം ഇതാണ്, ഇത് കേൾക്കുന്ന യശോദ ദേവിക്ക് ഒരു പ്രത്യേക ആനന്ദം കിട്ടുന്നില്ല അല്ലെ. അപ്പോ അതായത് ഞാൻ പറഞ്ഞു വരുന്ന പൊരുൾ എന്താന്ന് വെച്ചാല്, കൃഷ്ണന്റെ ലീലകൾ, ബട്ടർ സ്റ്റീലിംഗ് ലീല കിട്ടാനുള്ള ഭാഗ്യം യശോദ ദേവിക്ക് നേരിട്ട് കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല എന്ന് മനസ്സിലാക്കിയ ഗോപികമാര് യഥാർത്ഥത്തിൽ ചെയ്തത്, അത് കംപ്ലൈന്റ് എന്നുള്ള രീതിയിൽ യശോദ ദേവിക്ക് കേൾക്കാനുള്ള ഭാഗ്യമെങ്കിലും കൊടുക്കാൻ വേണ്ടിയാണ് കൃഷ്ണനെ പിടിച്ചുകൊണ്ട് പോയി യശോദയുടെ ഫ്രണ്ടിൽ ഇരുത്തി ആ കൃഷ്ണലീലകൾ ഗോപികമാർ എക്സ്പ്ലെയിൻ ചെയ്തു എന്നാണ് ഭക്തന്മാര് പറഞ്ഞത്. ഈ ക്ലാസ് ഞാൻ കേട്ടത് ഗൗരംഗ ദർശൻ പ്രഭുവിന്റെ ക്ലാസ്സിലാണ് ഇങ്ങനെ ഒരു നിർവചനം പറയും. അതായത് ഗോപികമാര് യശോദ ദേവിക്ക് കൃഷ്ണൻ എന്താ വെണ്ണ കട്ട് തിന്നുന്ന ലീല കാണാനുള്ള ഭാഗ്യം കിട്ടാത്തത് കൊണ്ട് നമുക്ക് പറഞ്ഞു കൊടുത്തെങ്കിൽ യശോദ ദേവിക്ക് ആ ഭാഗ്യം കൊടുക്കാം എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് രൂപേണ എന്നോണം എങ്കിലും അവര് കൃഷ്ണന്റെ ഉടച്ച് കള്ളത്തനം കാണിച്ച് കൃഷ്ണൻ കട്ട് തിന്ന കള്ള വെണ്ണ കൃഷ്ണനെ കുറിച്ചുള്ള കഥകൾ യശോദ ദേവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അല്ല, അങ്ങനല്ല. യശോദാദേവിക്ക് അല്ലെങ്കിലും ഗോപികമാർക്ക് ഭഗവാനാണെന്നുള്ള ബോധമില്ല. എന്നാൽ കൃഷ്ണനോടുള്ള നാച്ചുറലി ഭക്തി അവർക്കുണ്ട്. അങ്ങനെ അവര് കൃഷ്ണന്റെ ലീലകളെ യശോദാദേവിക്ക് പറഞ്ഞു കൊടുത്ത് ആ ലീല മിസ്സാക്കാതെ യശോദാദേവിയെ കേൾപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. നേരിട്ട് കാണാനുള്ള ഭാഗ്യം കിട്ടാത്തവർക്ക് പറഞ്ഞു കൊടുത്ത് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ശരിക്കും ഗോപികമാര് ചെയ്തതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഗോപികമാര് കൃഷ്ണലീല പറഞ്ഞാലുള്ള ആനന്ദം എത്രത്തോളമായി? കൃഷ്ണലീല പലരും പറയും, പക്ഷെ അത് ഗോപികമാര് പറഞ്ഞ് കേൾക്കാൻ പറ്റുമ്പോൾ അത് എന്തുമാത്രം രുചികരമായി ആണല്ലയോ. ആ ഭാഗ്യം ആർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ? യശോദ ദേവിക്ക് മാത്രമേ. മനസ്സിലായി? അപ്പോ ശ്രീമദ് ഭാഗവതം ആരാണോ പറയുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗോപികമാര് പറഞ്ഞ് കള്ളകൃഷ്ണന്റെ വെണ്ണ മോഷ്ടിക്കുന്ന ലീല കേട്ട യശോദാദേവി ഗോപികമാരെക്കാളും ഭാഗ്യവതിയാണ് എന്നാണ് പറയുന്നത്. കാരണം അത്രയും നല്ല ലീല ആരിൽ നിന്നാണ് യശോദാദേവി കേട്ടത്? ഗോപികമാരിൽ നിന്നാണ് കേട്ടത്. അപ്പൊ ആ മഹാഭാഗ്യമാണ് ആർക്ക് കിട്ടിയത്? അത് യശോദാദേവിക്കാണ്. അങ്ങനെ ഒരു മഹാഭാഗ്യം നമുക്കും കിട്ടും. എങ്ങനെ? നമ്മൾ സുഖദേവ ഗോസ്വാമി പോലുള്ള മഹാഭക്തന്മാരുടെ പിന്തുടർച്ചക്കാരിൽ നിന്നും ശ്രീമദ് ഭാഗവതം കേൾക്കാനുള്ള മഹാഭാഗ്യം വേണമെങ്കിൽ നമുക്കും കിട്ടും. അതിന് നമുക്ക് എന്താണ് വേണ്ടത്? കേൾക്കണം എന്നുള്ള മഹാ ആഗ്രഹം മാത്രമാണ് നമുക്ക് വേണ്ടത്. കാരണം എന്ത്? കലിയുഗമാണെങ്കിൽ കൂടിയും ഇത് പറഞ്ഞു തരാനുള്ള ഭക്തന്മാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഗുരുശിഷ്യ പരമ്പര വഴിയുള്ള ഇങ്ങനെയുള്ള ഭക്തന്മാരിൽ നിന്നും കേൾക്കാനുള്ള മഹാഭാഗ്യം, കാണാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയില്ലെങ്കിലും കേൾക്കാനുള്ള ഭാഗ്യം യശോദാദേവിക്ക് കിട്ടിയതുപോലെ നമുക്കും കിട്ടുവാൻ നമ്മൾ റെഗുലർ ആയിട്ട് ശ്രീമദ് ഭാഗവതം കേൾക്കാൻ നമ്മൾ സ്വയം എഫോർട്ട് ഇടണം എന്നാണ് പറയുന്നത്. ഇനി പറയുന്നത്, യഥാർത്ഥത്തിൽ കൊടിയ തപസ്സനുഷ്ഠിച്ച ഓരോ ഭക്തന്മാർ ഭഗവാനെ സംതൃപ്തിപ്പെടുത്തി ഭഗവാന്റെ നേരിട്ട് കണ്ട പല ഭക്തന്മാരും ഭഗവാനോട് ആവശ്യപ്പെട്ടത് എന്താണെന്ന് നോക്കുമ്പോഴാണ് ഈ ഭാഗവത മഹിമ കേൾക്കാനുള്ള ഭാഗ്യം കിട്ടിയ ആൾക്കാരുടെ ഭാഗ്യം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണത്തിന് പ്രഹ്ലാദ മഹാരാജാവ്, ധ്രുവ മഹാരാജാവ്, പൃഥ്വി മഹാരാജാവ്, പ്രജേതസുകൾ, ഇവരെല്ലാം അവരുടെ തപസ് കൊണ്ട് പ്രാർത്ഥന കൊണ്ട് ഭഗവാനെ നേരിട്ട് കണ്ടവരാണ്. ഭഗവാൻ അവർക്ക് വരം ചോദിച്ചോളാൻ ആവശ്യപ്പെട്ടു. അവർ ചോദിച്ചത്
രണ്ട് വരമാണ്. ഒന്ന്, ഭഗവാനെ അങ്ങയുടെ പവിത്രമായ പാദകമലങ്ങളുടെ സ്മരണ എപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ഒന്നാമത്തെ പ്രാർത്ഥന. അത് യഥാർത്ഥത്തിൽ രണ്ടാമത്തെ പ്രാർത്ഥനയാണ്. ഒന്നാമത്തെ പ്രാർത്ഥനയായിട്ട് അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് എപ്പോഴും അങ്ങയുടെ ദിവ്യ ചരിത്രങ്ങളെ കുറിച്ച് അങ്ങയുടെ ഭക്തന്മാരിൽ നിന്നും കേൾക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടണം. മുക്തി ഒന്നും വേണ്ട, നരകത്തിൽ പോയി ജനിച്ചോട്ടെ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ജനിച്ചോട്ടെ, പക്ഷെ എവിടെ ജനിച്ചാലും അവിടെ അങ്ങയുടെ ഭക്തന്മാരിൽ നിന്നും അങ്ങയുടെ ദിവ്യ ചരിത്രങ്ങളെ കുറിച്ചുള്ള വർണ്ണനകൾ കേൾക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടണമേ എന്നാണ് പ്രഹ്ലാദ മഹാരാജാവ് ആവശ്യപ്പെട്ടത്, ധ്രുവ മഹാരാജാവ് ആവശ്യപ്പെട്ടത്, പൃഥ്വി മഹാരാജാവ് ആവശ്യപ്പെട്ടത്, പ്രജേതസ്സുകൾ ആവശ്യപ്പെട്ടത്. അവര് അതിനുവേണ്ടി കൊടും തപസ് അനുഷ്ഠിച്ച് ഭഗവാനെ പ്രീതിപ്പെടുത്തി. എന്നിട്ട് ചോദിച്ച വരം ഇതായി. നമ്മൾ കൊടും തപസ്സൊന്നും അനുഷ്ഠിച്ചിട്ടില്ല എങ്കിലും അവർ ചോദിച്ചത് നമുക്കിപ്പോ കിട്ടാനുള്ള ഭാഗ്യം നമുക്കുണ്ട്. ശ്രീമദ് ഭാഗവതം ക്ലാസ് ഡെയിലി ഉണ്ട്. ശ്രീല പ്രഭുപാദന്റെ മനോഹരമായ ഭാഗവത വർണ്ണനകൾ നമ്മുടെ പുസ്തകത്തിൽ മലയാള ഭാഷയിൽ, നമ്മുടെ മാതൃഭാഷയിൽ നമ്മുടെ കയ്യിലുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭഗവാന്റെ കൃപയാൽ ഒരുപാട് ഭക്തന്മാരും നമ്മുടെ കൺമുമ്പ് ചുറ്റും അവൈലബിൾ ആണ്. ഇത് നമ്മൾ വന്നിരുന്ന് കേൾക്കാനുള്ള ഭാഗ്യമില്ലെങ്കിൽ ഭഗവാൻ അതീവ കൃപാല ആയതുകൊണ്ട് മോഡേൺ ടെക്നോളജി, സൂം ക്ലാസും സോഷ്യൽ മീഡിയാസും യൂട്യൂബ് ചാനലും ഒക്കെ വെച്ച് നമുക്ക് ഇതെല്ലാം കേൾക്കാനുള്ള മഹാഭാഗ്യം ഭഗവാൻ തന്നിരിക്കുകയാണ്. അപ്പോ ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടാൻ വേണ്ടി പലരും കൊടിയ തപസ് അനുഷ്ഠിച്ചിട്ടാണ് ഈ ഭാഗ്യം അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ പൂർവികർ ചെയ്ത പുണ്യമോ നമ്മുടെ ഗുരുമാരായന്റെ ബ്ലെസ്സിങ്സോ അജ്ഞാന സുഹൃതിയോ എന്നറിയില്ല, നമുക്കും ഇതൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം എന്തുകൊണ്ടോ കിട്ടിയിരിക്കുക. അപ്പൊ അത് നമ്മൾ വില കുറച്ച് കാണരുത്. ഇത് വളരെ വലിയ മഹാഭാഗ്യം തന്നെ. അടുത്തത്, ഇത് ശരിയായ സ്രോതസ്സിൽ നിന്നും നമ്മൾ കേട്ടില്ല എങ്കിൽ നമ്മൾ തലകുത്തനായിപ്പോകും. ഗോപികമാരിൽ നിന്നും ഭഗവാനെ കുറിച്ചുള്ള മനോഹരമായ വർണ്ണകൾ കേൾക്കാൻ പറ്റിയ യശോദദേവിയുടെ ഭാഗ്യം എന്നതുപോലെ ആയിരിക്കണം സുഖദേവ ഗോസ്വാമിയിൽ നിന്നും കേൾക്കുന്ന ഓരോരുത്തരുടെയും ഭാഗ്യം. എന്നാൽ കേൾക്കുന്ന സോൾസ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ വഴിമാറി പോവുകയും ചെയ്യും. അതാണ് പറയുന്നത്, പാലാണെങ്കിലും പാമ്പ് കുടിച്ച പാലിൽ കുറച്ച് വിഷം കൂടെ ഉണ്ടാവും എന്നതുപോലെ ഭാഗവതമാണ് സംസാരിക്കുന്നതെങ്കിൽ കൂടിയും ഒരു ഭക്തനല്ലാത്തൊരു വ്യക്തിയിൽ നിന്നുമാണ് ഭാഗവതം കേൾക്കുന്നതെങ്കിൽ നമ്മൾ വഴിമാറിപ്പോകും. അതിന്റെ യഥാർത്ഥ സത്ത നമുക്ക് കിട്ടത്തില്ല. ഉദാഹരണത്തിന്, നമ്മൾ അഭക്തനിൽ നിന്ന് മഹാഭാരതം കേട്ടാൽ നമ്മൾ ഉടനെ ദുര്യോധന അസോസിയേഷൻ സെക്രട്ടറി ആയി മാറും. കാരണം നമുക്ക് പിന്നെ അവിടെ തോന്നിയത് ഏറ്റവും നല്ല പേഴ്സണാലിറ്റി ദുര്യോധനാണെന്ന് തോന്നിപ്പോകും. അല്ലെങ്കിൽ കർണ ഫാൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് എങ്കിലും ആയി. അഭക്തനിൽ നിന്ന് ഭാഗവതം കേട്ടാലുള്ള ആഫ്റ്റർ എഫക്ട്സ് ഇതാണ്. അതേപോലെ തന്നെ നമ്മൾ രാമായണമാണ് ഒരു അഭക്തനിൽ നിന്ന് കേൾക്കുകയാണെങ്കിൽ നമ്മൾ രാവണ ഫാൻസ് അസോസിയേഷന്റെ ചെയർമാൻ എങ്കിലും ആയി. അപ്പൊ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ എടുക്കേണ്ടത് എടുക്കാതെ, എടുക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഗുണപാഠം മനസ്സിലാക്കാതെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ട് ആൾക്കാർ വഴി തെറ്റിക്കപ്പെടും. അതുകൊണ്ട് ഇന്നത്തെ ഈ പാരഗ്രാഫിൽ, നമ്മൾ ലാസ്റ്റ് ആയിട്ട് വായിച്ച പാരഗ്രാഫിൽ ഒരിക്കലും ഗുരുശിഷ്യ പരമ്പര വഴി വരുന്ന ഒരു ഭക്തന്മാരിൽ നിന്നും അല്ലാതെ വഴി പോണ ആൾക്കാരിൽ നിന്നും ഇത് കേൾക്കരുത് എന്നാണ് പറയുന്നത്. അതിന് കാരണം അതിന്റെ ഗുണപാഠം പഠിക്കാതെ നമ്മൾ വഴിതെറ്റിക്കപ്പെടും. ഉദാഹരണത്തിന് എനിക്ക് പറയാൻ കഴിയുന്നത്, ഏകലവ്യൻ നല്ലൊരു മനുഷ്യനല്ലേ, എന്തുകൊണ്ട് അതിന്റെ ചെറുവിരൽ മുറിച്ചെടുത്തു? ഇതൊരു ചോദ്യമാണ്. അതിന് ഉത്തരമുണ്ട്, ഗുണപാഠവുമുണ്ട്. മര്യാദ പുരുഷോത്തമനായ ഭഗവാൻ എന്ന് നിങ്ങൾ പറയുന്ന ശ്രീരാമചന്ദ്രൻ മര്യാദ ഇല്ലാത്ത ഒരു പരിപാടി ചെയ്തു, സ്വന്തം പത്നിയെ ഗർഭിണിയായിരിക്കെ വനത്തിൽ ഉപേക്ഷിച്ചു, എന്തുകൊണ്ട്? ഇങ്ങനത്തെ കോൺട്രാഡിക്ടറി ചോദ്യങ്ങൾക്ക് ഉത്തരം ഒരു ഭക്തന് മാത്രമേ ശരിയായ രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റൂ. ഒരിക്കലും ഒരു അഭക്തന് ഇതിന്റെ ഗുണപാഠം മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ വഴിതെറ്റിക്കപ്പെടും എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒരു അഭക്തനിൽ നിന്നും ഇതൊന്നും കേൾക്കാൻ പാടില്ല എന്നുള്ളത് ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ ശ്ലോകം നമ്മളോട് പറയുന്നതും സുഖദേവ ഗോസ്വാമിയെ പോലുള്ള ആൾക്കാരിൽ നിന്നും കേൾക്കണമെന്നാണ്, അല്ലാത്ത ആൾക്കാരും കേൾക്കരുത് എന്നുമാണ്. ഇനി മറ്റൊരു കാര്യം, കേട്ടാലുള്ള ഗുണം എന്ത്? നല്ല ഒരു പ്യുവർ ഭക്തനിൽ നിന്നും നമ്മൾ കേട്ട എന്താണ് ഗുണം? നമ്മുടെ സെറ്റപ്പ് മൊത്തം മാറിപ്പോകും. നമ്മൾ എത്ര വലിയ മോശം ആളാണെങ്കിൽ കൂടിയും ഒരു പ്യുവർ ഭക്തനിൽ നിന്നും നമ്മൾ അറിയാതെ കുറച്ച് കേട്ടുപോയാൽ, കൃഷ്ണനെ കുറിച്ച് കേട്ടുപോയാൽ, കൃഷ്ണനാമത്തിനെ കുറിച്ച് കേട്ടുപോയാൽ നമ്മളല്ലാതെയാവും. ഒരു പരസ്യമുണ്ട്, വിശക്കുമ്പോൾ ഞാൻ അല്ലാതാകും എന്നൊക്കെ പരസ്യങ്ങളുണ്ട് അല്ലെ. എന്നതുപോലെ നമ്മൾ ഭക്തന്മാരിൽ നിന്നും നമ്മൾ അറിയാതെയെങ്കിലും നമ്മൾ കൃഷ്ണനാമം കേട്ടാൽ നമ്മുടെ ലൈഫിൽ വമ്പൻ ചേഞ്ചസ് ഉണ്ടാകും. അതിന്റെ ഉപോൽപ്പന്നമായി
നരസിംഹ ജയന്തി നമ്മൾ ഇന്നലെ മെനിഞ്ഞാന്ന് ആഘോഷിച്ചു. അതുകൊണ്ട് തന്നെ നരസിംഹ ദേവനുമായിട്ട് കണക്ട് ചെയ്തുള്ള ഒരു മനോഹരമായ ഒരു കഥയും കൂടെ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് നരസിംഹദേവനെ കുറിച്ചുള്ള ലീലകളെ കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ 7-ാമത്തെ സ്കന്ധം മുഴുവനും പറയും. അതേ നരസിംഹദേവനെ കുറിച്ചുള്ള ലീലകൾ മറ്റു പുരാണങ്ങളിലും പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അതിൽ നരസിംഹ പുരാണവും ഉൾപ്പെടും. അതേപോലെ തന്നെ ഹരിവംശ പുരാണം ഉൾപ്പെടുന്നുണ്ട്. ശിവപുരാണത്തിലും പറയും. അപ്പൊ അതില് ഇന്ന് ഞാൻ ചർച്ച ചെയ്യപ്പെടുന്നത് നരസിംഹ പുരാണത്തിൽ നിന്നുമുള്ള ഭാഗമാണ്. അതായത് നരസിംഹ പുരാണത്തിൽ പറയുന്നുണ്ട്, ഒരു ചോദ്യം ചോദിക്കുന്നു. അല്ല, നമുക്ക് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. എങ്ങനത്തെ ചോദ്യം എന്ന് വെച്ചാല്, ക്രൂരനായ ഹിരണ്യകശിപുവിന്റെ മകനായി എങ്ങനെ ഒരു ഭക്തനായ പ്രഹ്ലാദൻ ജനിക്കും? ഇതൊരു അത്ഭുതമല്ലേ? ക്രൂരനായ ഹിരണ്യകശിപുവിന് പ്രഹ്ലാദനെ പോലുള്ള ഒരു മകൻ എങ്ങനെ ഉണ്ടാകും? ഒരു രീതിയിൽ അത് സെറ്റ് ആവുന്നില്ല. ജനസ് നോക്കുമ്പോ അസുരന്റെ മകൻ അസുരനാവണമെന്നാണല്ലോ. ഇന്നത്തെ സയൻസും അങ്ങനെയല്ലേ പറയുന്നത്. അപ്പോ പിന്നെ എങ്ങനെയാണ് പ്രഹ്ലാദ മഹാരാജ് ഹിരണ്യകശിപു എന്നുള്ള ഏറ്റവും ശക്തനായ ഒരു അസുരന്റെ പുത്രനായി ജനിക്കുന്നത്? അത് ഒരു വിധത്തിലും മാച്ച് ആവുന്നു. നമ്മള് അരി വിതയ്ക്കുമ്പോ കുമ്പളം മുളയ്ക്കില്ലല്ലോ, അരിയല്ലേ അതിലെത്ത് മുളയ്ക്കുമ്പോ. അപ്പൊ ഹിരണ്യകശിപുവിന്റെ മകൻ ഹിരണ്യകശിപുവിനെ പോലെ തന്നെ ഒരു അസുരനാവണ്ടേ? അതല്ലേ ഇന്ദ്രനും പ്രതീക്ഷിച്ചത്. അതുകൊണ്ടല്ലേ ഹിരണ്യകശിപുവിന്റെ വൈഫ് കയാതുവിനെ ഇന്ദ്രൻ അപഹരിച്ചു കൊണ്ടുപോകാൻ കാര്യം. കാരണം ജനിക്കാൻ പോകുന്ന പുത്രനും അതുപോലെ ഒരു അസുരനായിരിക്കും എന്നുള്ള ചിന്തയോടുകൂടി. അപ്പോ നാരദനാണ് പറഞ്ഞത്. നാരദ മഹർഷി പറഞ്ഞു, അല്ല, അതിനകത്ത് ഒരു വലിയ ഭക്തനുണ്ട്. കയാതുവിന്റെ വയറ്റില് ഒരു വലിയ ഭക്തൻ ജനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഇതിന്റെ പുറകെ ഒരു ശ്രവണ മഹിമ നമുക്ക് പറയാനുണ്ട്. നരസിംഹ പുരാണത്തില് ഭഗവാനെ കുറിച്ച് കേട്ടത് കൊണ്ട് മാത്രം നമുക്ക് അത്ഭുതങ്ങൾ ഈ ലോകത്തിൽ സൃഷ്ടിക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് ഹിരണ്യകശിപുവിനെ വെച്ച് തന്നെ ഒരു കഥ ശ്രവണ മഹാത്മ്യത്തിൽ കണക്ട് ചെയ്ത് പറയാവുന്നതാണ്. ഉദാഹരണത്തിന്, ഒരു പക്ഷെ എല്ലാവരും ആ കഥ കേട്ട് കാണത്തില്ല. നമ്മൾ അറിഞ്ഞിട്ടുള്ളത് ശ്രീമദ് ഭാഗവതത്തില് 10,000 വർഷം തപസ് ചെയ്യാൻ വേണ്ടിയാണ് ഹിരണ്യകശിപു പോയത്. ഹിരണ്യാക്ഷന്റെ മരണശേഷം ആരാണോ ഹിരണ്യാക്ഷനെ വധിച്ചത് ആ വിഷ്ണുവിനെ ഞാനും വധിക്കും എന്ന് പറഞ്ഞിട്ട് അതിനുള്ള തപസ്, ശക്തി സമ്പാദിക്കാൻ വേണ്ടി, തപസ് അനുഷ്ഠിക്കാൻ വേണ്ടി 10,000 വർഷം തപസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഭാര്യ കയാതുവിനോട് പറഞ്ഞിട്ട് ഹിരണ്യകശിപു പോയത്. എന്നാൽ ഈ തപസ്യ നല്ല രീതിയിൽ ചെയ്ത് വരവേ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അങ്ങനെ ശ്രീമദ് ഭാഗവതം വായിച്ചു നോക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, കയാതു ഗർഭിണിയായിരുന്നു ഇദ്ദേഹം തപസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കയാതു ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോ 10,000 വർഷവും ഗർഭിണിയായിരുന്നു. ഇതൊരു ചോദ്യമാണ് അല്ലെ? അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. 16 വർഷം സുഖദേവ ഗോസ്വാമി ഗർഭത്തിലുണ്ടായിരുന്നു, ശരിയാണ്. എന്നാൽ കയാതു പ്രഹ്ലാദനെ വയറ്റിൽ ചുമക്കുമ്പോഴാണ് ഹിരണ്യകശിപു തപസ് ചെയ്യാൻ പോയി എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ 10,000 വർഷവും ഗർഭം ധരിച്ചു. ഹിരണ്യകശിപു തിരിച്ചു വന്നിട്ടാണ് തപസ് കഴിഞ്ഞ് വന്നിട്ടാണ് ജനനം വരുന്നത് പ്രഹ്ലാദന്റെ. അപ്പൊ 10,000 വർഷവും ഗർഭത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അതിന് ഉത്തരം നരസിംഹ പുരാണത്തിൽ പറയും. എന്ത് പറയുന്നു വെച്ചാല്, ബൃഹത് നരസിംഹ പുരാണം അതിൽ പറയുന്നത്, ഹിരണ്യകശിപു ആദ്യമേ തപസ്സിന് പോയി. അപ്പോ കയാതു ഗർഭവതി അല്ല ആദ്യം പോയത്. ആ സമയത്ത് ഇദ്ദേഹം നല്ല രീതിയിൽ തപസ് അനുഷ്ഠിച്ച് വരുന്ന സമയത്ത് ചുറ്റും റൗണ്ട് അടിച്ച് ഒരു തത്ത നാരായണ 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 എന്ന് കറങ്ങിക്കൊണ്ടേയിരുന്നു ഇദ്ദേഹത്തിന് ചുറ്റും. ശരിക്കും ആ തത്ത ആരെന്ന് ചോദിച്ചാൽ അത് നാരദമുനി തത്തയുടെ വേഷമെടുത്ത് ഈ പറഞ്ഞ ഹിരണ്യകശിപുവിന് ചുറ്റും നാരായണ നാമം ജപിച്ചുകൊണ്ടേയിരുന്നു. ഈ തത്ത ആരാണ്? തത്ത നാരദന്. നാരദൻ ഈ പറഞ്ഞ ഹിരണ്യകശിപുവിന്റെ തപസ്സിന് ഭംഗം വരുത്തുന്ന രീതിയിൽ നാരായണ നാമം ജപിച്ചുകൊണ്ടേ കറങ്ങിക്കൊണ്ടേയിരുന്നു. ഇദ്ദേഹത്തിന്റെ തപസ്സിന്റെ കാഠിന്യത്തില് ശ്രദ്ധ പതുക്കെ ഈ തത്ത പറയുന്ന നാരായണ നാമത്തിലേക്ക് ആയപ്പോ പെട്ടെന്ന് ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു. കാരണം എന്ത്? ഞാൻ ആരെ കൊല്ലാനാണോ ആഗ്രഹിക്കുന്നത്
അദ്ദേഹത്തിന്റെ നാമമാണ് ഞാൻ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നാമവും കേട്ടോണ്ട് ഞാൻ തപസ് ചെയ്യുന്നതിന് എന്തർത്ഥമാണുള്ളതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ തപസ്സിൽ നിന്ന് പുറത്തു വരികയും കയ്യിൽ കിട്ടിയ ആയുധം എടുത്ത് ആ തത്തയെ കൊല്ലാൻ വേണ്ടി എടുത്ത് എറിയുകയൊക്കെ ചെയ്തു. തത്ത അല്ലേ, ചെറുതല്ലേ, അതുകൊണ്ട് നൈസ് അതിൽ നിന്ന് ഊരി തത്ത രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. ശരിക്കും ആ തത്ത ആരാണെന്ന് ചോദിച്ചാൽ നാരദനാണ്. നാരദനാകുന്ന പ്യുവർ ഭക്തന്റെ വായിൽ നിന്നും ഹിരണ്യകശിപു എന്ത് കേട്ടിട്ടിരിക്കുന്നു? നാരായണ നാമം കേട്ടിരിക്കുന്നു. ഇപ്പൊ വീണ്ടും കണ്ണടച്ചപ്പോ എന്ത് ശബ്ദമേ ഓർമ്മ വരുന്നുള്ളൂ? കുറച്ചു നേരത്തെ കേട്ട നാരായണ ശബ്ദം മാത്രമേ വീണ്ടും ഓർമ്മ വരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അത് ശരിയാവില്ല, ഞാൻ ഏറ്റവും കൂടുതൽ കൊല്ലാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ നാമം മാത്രമേ ഓർമ്മ വരുന്നുള്ളത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ആ തപസ് മുടക്കി സ്വയമേ അദ്ദേഹം തിരിച്ചെവിടെ വന്നു, തിരിച്ച് വീട്ടിൽ വന്നു, കൊട്ടാരത്തിൽ വന്നു. പിന്നെ ഭാര്യയായിട്ട് കുറച്ച് ദിവസം താമസിച്ചു. അതിനുശേഷമാണ് കയാതു ഗർഭവതിയായി. എന്നിട്ട് വീണ്ടും തപസ്സനുഷ്ഠിക്കാൻ വേണ്ടി ആര് തിരിച്ചുപോയി? ഹിരണ്യകശിപു തിരിച്ചുപോയി. മനസ്സിലാക്കുക, തപസ്സിന്റെ ഇടയിൽ നാരായണ നാമം കേട്ടിട്ടാണ് ഹിരണ്യകശിപു വന്ന് കയാതുവായിട്ട് കഴിയുകയും അതിനുശേഷമാണ് കയാതു ഹിരണ്യകശിപുവിൽ നിന്നും പ്രഹ്ലാദനെ ഗർഭം ധരിക്കുകയും ചെയ്തത്. എന്ത് സംഭവിച്ചു? ഹിരണ്യകശിപു എന്നുള്ള അതിക്രൂരനായ രാക്ഷസൻ ആയിരുന്നിട്ട് കൂടി, അസുരനായിരുന്നിട്ട് കൂടി നാരായണ നാമം കേട്ടിട്ടാണ് ഇവർ തമ്മിൽ ഒരുമിച്ച് കൂടി ബന്ധപ്പെട്ടത് കൊണ്ട് ആ സമയത്ത് ജനിച്ച ആ വ്യക്തി നല്ലൊരു ഭക്തനായി. ഒരു അസുരന് പോലും നാരായണ നാമം ജപിച്ചത് കൊണ്ട് ഒരു മാറ്റം വരികയും അദ്ദേഹത്തിലൂടെ ഒരു വൈഷ്ണവനെ ജന്മം നൽകാനും പറ്റുമെങ്കിൽ ഏറ്റവും വലിയ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലാത്ത ഹിരണ്യകശിപുവിന്റെ ഹൃദയത്തിൽ പോലും നാരായണ നാമത്തിന് ചലനമുണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഭക്തന്മാർക്ക് ആത്മാർത്ഥമായി ഭഗവാന്റെ നാമം കേൾക്കുകയും ജപിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് മാറ്റം വരില്ല. ഇത് അങ്ങനെയാണ് ഹിരണ്യകശിപുവിന് പ്രഹ്ലാദനെ പോലുള്ള പുത്രൻ ഉണ്ടായത്. അപ്പൊ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചിട്ട് നാമം ജപിച്ചിട്ട് നമ്മളും ഒരു കുട്ടിക്ക് ജന്മം നൽകിയാൽ ഈ ഗുണം അവർക്കും കിട്ടത്തില്ലേ? അതാണ് ഇസ്കോണിൽ പ്രഭുപാദ് പറയുന്നത്. നാമം ജപിച്ചിട്ട് വേണം നമ്മൾ ഒരുമിച്ച് കൂടാൻ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് കൂടുകയും അതിലൂടെ വരുന്ന ആത്മാവ് തീർച്ചയായിട്ടും ഒരു ഭക്തനായിരിക്കുമെന്ന് പറയാറ്. അപ്പോ ഇത് നമ്മൾ ഗൃഹസ്ഥന്മാർ പൊതുവെ നാമം ജപിക്കുക എന്നുള്ള ഈ കല അഭ്യസിച്ചിട്ട് വേണം അടുത്ത ജനറേഷനെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. കാരണം ശ്രവണത്തിന് അത്ര മഹിമയുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ ശ്രവണ മഹാത്മ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ പ്രഹ്ലാദൻ കേട്ടത് എപ്പോഴാണ്? വയറ്റിൽ ഇരുന്നിട്ടാണ്, ജനിച്ചിട്ട് പോലുമില്ല. എന്നിട്ട് കൂടി നാരദ മഹർഷി അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത കഥകളെല്ലാം വയറ്റിലിരുന്നിട്ട് കൂടി പ്രഹ്ലാദൻ കേട്ടു. അപ്പൊ അതിന്റെ എഫക്റ്റ് ഉണ്ടോ? വയറ്റിലിരുന്നിട്ട് കൂടി എഫക്റ്റ് ഉണ്ട് അല്ലേ? അസുരനായിരുന്നിട്ട് കൂടി കേട്ടിട്ട് കൂടി എഫക്റ്റ് ഉണ്ട്, വയറ്റിലിരുന്ന് കേട്ടാൽ കൂടി എഫക്റ്റ് ഉണ്ട്. പക്ഷെ ആരിൽ നിന്ന് കേൾക്കണം? നാരദ മഹർഷിയെ പോലുള്ള ഒരു പ്യുവർ ഭക്തനിൽ നിന്നും കേൾക്കണം. അതിനെക്കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ പ്യുവർ ഭക്തന്മാരുടെ ആ പരമ്പര, കൃഷ്ണ മുതൽ താഴോട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലുള്ള രാജാനിൽ നിന്നുമാണ് ഇത് കേൾക്കേണ്ടത് എന്നും കൂടിയാണ് പറയുന്നത്. ഇനി പ്രഹ്ലാദ മഹാരാജാവ് ജനിക്കാൻ വേറെയും ഒരു കാരണമുണ്ട്. നരസിംഹ ജയന്തിയുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. അതും കൂടെ വേണമെങ്കിൽ പറയാം, നമുക്ക് പറയാൻ പറ്റും. നരസിംഹ ജയന്തിയായിട്ട് ബന്ധപ്പെട്ട ആയതുകൊണ്ട്. അതായത് കശ്യപ മഹർഷിക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു, ഒരു ദിതിയും അദിതിയും. ദിതി എല്ലാ അസുരന്മാരുടെയും അമ്മയാണെങ്കിൽ അദിതി എല്ലാ ദേവന്മാരുടെയും അമ്മയാണ്. അപ്പൊ ദേവന്മാര് നേരത്തെ ജനിച്ചപ്പോൾ ദിതിക്ക് പുത്രനില്ലാതായപ്പോൾ ദിതി കശ്യപ മഹർഷിയെ സന്ധ്യാസമയത്ത് സമീപിച്ചിട്ട് എനിക്ക് പുത്രന്മാരുണ്ടാവണമെന്നാണ് ആഗ്രഹം പ്രകടിപ്പിച്ചത്. അപ്പൊ ത്രിസന്ധ്യകൾ, രാവിലെ ബ്രഹ്മമുഹൂർത്തം, സൂര്യൻ ഉദിക്കുന്ന സമയം, സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുന്ന ഉച്ച സമയം, സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്ന വൈകുന്നേര സമയം, ഇത് ത്രിസന്ധ്യ എന്നാണ് പറയുന്നത്. ഈ സമയത്ത് നമ്മൾ ദൈവനാമം മാത്രമേ ഉച്ചരിക്കാവൂ, ഒരിക്കലും വേറെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. എന്നാൽ എന്നിട്ട് കൂടി ദിതിയുടെ നിർബന്ധം പൂർവ്വം കശ്യപ മഹർഷിക്ക് പുത്രനെ കൊടുക്കാൻ ദിതി നിർബന്ധിച്ചുകൊണ്ട് കശ്യപ മഹർഷി സമ്മതിച്ചു. എന്നിട്ട് പറഞ്ഞു, സന്ധ്യാസമയം ചൂട്ടായ സമയം അല്ല എന്ന് പറഞ്ഞിട്ട് കൂടി ദിതി നിർബന്ധിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു ആവശ്യം വന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ പുത്രൻ ആ സമയത്ത് സന്ധ്യാസമയത്ത് ഭൂതപ്രേതാദികൾ ഇറങ്ങി നടക്കുന്ന സമയമാണ്. ആ സമയത്ത് യൂണിയനിൽ വന്നതുകൊണ്ട് ഇതുപോലത്തെ ഒരു അസുരനായ ഒരു സോളാണ് അവിടെ ആകർഷിക്കപ്പെട്ടത്. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ദിതി നമ്മളെ പോലെ തന്നെ നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടും പിന്നെ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിലപിക്കുന്നത് പോലെ ദിതി വിലപിക്കുന്നുണ്ട്. ഞാൻ ലോകത്തിൽ ഏറ്റവും വലിയ അസുരനെ പോയി ജന്മം നൽകാൻ വേണ്ടി ഞാൻ ശരിയായ സമയത്തല്ലല്ലോ ഞാൻ ഭർത്താവായിട്ട് ആകർഷിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കി സ്വയമേ ദിതി വിലപിക്കുന്നത് കൊണ്ട്
അത് കശ്യപൻ മഹർഷി വീണ്ടും ഒരു അനുഗ്രഹം നൽകും. സാരമില്ല, നീ ഒരു തെറ്റ് ചെയ്തു എങ്കിലും നീ അതിൽ വിലപിക്കുന്നത് കൊണ്ട് നിനക്ക് ആ വിലാപത്തിനൊരു ഫലമുണ്ട്. കാരണം നിന്റെ പൗത്രൻ, നിന്റെ പുത്രൻ ഹിരണ്യകശിപു ഹിരണ്യാക്ഷൻ ആണെങ്കിലും അതിലൂടെ അടുത്ത തലമുറ ഒരു ഭക്തനായി മാറുമെന്നുള്ള ഒരു അനുഗ്രഹം കൂടി കശ്യപൻ കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രഹ്ലാദൻ അവരുടെ കുടുംബത്തിൽ വന്ന് ജനിക്കും. അങ്ങനെ ഒരു കഥ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോ ത്രിസന്ധികൾ നമുക്ക് എന്തിനുപയോഗിക്കണം? ഭഗവാന്റെ ലീലകളെ കുറിച്ചുള്ള വർണ്ണനകളിൽ ഏർപ്പെടാൻ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് നമ്മളെ ഭക്തന്മാർ ഇന്നിപ്പോ ഈവനിങ് വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെ ചൈതന്യ ചരിതാമൃതം ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊരു ത്രിസന്ധ്യയുടെ 3ാമത്തെ സന്ധ്യയുടെ തുടക്കത്തിലാണ് നമ്മൾ 5 മുതൽ 6 മണി വരെയുള്ള സമയം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ സമയം നമ്മൾ സാധാരണ നമ്മുടെ സ്വഭാവം ആലോചിച്ച് നോക്കിയേ. നമ്മുടെ എല്ലാവരുടെയും രീതി അതിരാവിലെ സാത്വിക ഗുണമായിരിക്കും. ഉച്ചയ്ക്ക് 10 മണി മുതലൊക്കെ നമുക്ക് രജോ ഗുണം സ്റ്റാർട്ടാവും. വൈകുന്നേര സമയമാകുമ്പോൾ നമുക്ക് തമോ ഗുണം സ്റ്റാർട്ടാവും. അപ്പൊ ആ സമയം നമ്മൾക്ക് ഭഗവാനെ കുറിച്ചും ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചും നമ്മൾ എവിടെ ഇരുന്നാലും നമ്മൾ കേൾക്കാൻ നമ്മൾ കുറച്ച് സമയം കണ്ടെത്തുകയാണെങ്കിൽ നമ്മൾ വീണ്ടും അത് ശുദ്ധ സാത്വിക ഗുണത്തിലേക്ക് നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ എത്തിക്കാൻ കഴിയും. അപ്പൊ ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ വൈകുന്നേരത്തെ 5 മണി മുതൽ 6 മണി വരെയുള്ള ചൈതന്യ ചരിതാമൃതം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ദയവായി എല്ലാ ഭക്തജനങ്ങളും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നും കൂടെ ഈ അവസരത്തിൽ ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അപ്പോ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു നല്ല ഭക്തന്മാരിൽ നിന്നും വെറുതെ കേട്ടുകൊണ്ടിരുന്നാൽ കൂടി നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി മരണശേഷം ജീവിതമുണ്ടോ, മുക്തിക്ക് ശേഷം ആക്ടിവിറ്റി ഉണ്ടോ എന്നും കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എത്ര മണിയായി? 9:15. അത് ശരി. അതായത് ഈ പ്രഹ്ലാദ ലീല നമ്മൾ ചൈതന്യ 2 ദിവസം മുമ്പ് നരസിംഹ ലീലയുടെ ഇടയിൽ നമ്മൾ പറഞ്ഞതാണല്ലോ. അതിന്റെ ഇടയിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ശ്രീമദ് ഭാഗവതത്തില് 8ാമത്തെ കാൻഡോ 22ാം അധ്യായം 12ാം ശ്ലോകത്തില് മഹാബലിയെ വാമനദേവൻ പിടിച്ചു കെട്ടിയപ്പോൾ അവിടെ ദർശനത്തിന് പ്രഹ്ലാദ മഹാരാജാവ് എത്തി എന്നാണ് പറയുന്നത്. യഥാർത്ഥ പ്രഹ്ലാദ മഹാരാജാവിന് മോശം കിട്ടി, അദ്ദേഹം വൈകുണ്ഠത്ത് പോയി കഴിഞ്ഞു. കാരണം എന്ത്? മഹാബലിയുടെ അച്ഛന്റെ അച്ഛനാണ് പ്രഹ്ലാദ മഹാരാജ്. പ്രഹ്ലാദ മഹാരാജാവ് അന്നത്തെ കാലത്ത് തന്നെ അദ്ദേഹം എല്ലാ സേവയും ചെയ്തു ഭഗവാന്റെ അടുത്ത് തിരിച്ചുപോയി. എന്നിട്ടാണ് അദ്ദേഹത്തിന്റെ മകൻ പ്രഹ്ലാദന്റെ അച്ഛന്റെ പേര് ഞാൻ മറന്നുപോയി. എന്താ അറിയാമോ? വിരോചനനാണ് അച്ഛൻ. അദ്ദേഹത്തിന്റെ അടുത്ത ആളാണ് മഹാബലി. അപ്പൊ മഹാബലിയെ സുതളത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പിടിച്ചു കെട്ടി നിർത്തിയ സമയത്ത് പ്രഹ്ലാദൻ, അദ്ദേഹത്തിന്റെ അപ്പുപ്പൻ അവിടെ ആഗതനായി എന്ന് ശ്രീമദ് ഭാഗവത്തില് 8:22-12 പറയും. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? മോക്ഷം കിട്ടിയിട്ടും നമുക്ക് വ്യക്തിത്വം ഉണ്ടെന്നല്ലേ? മോക്ഷം കിട്ടിയിട്ടും നമുക്ക് ആക്ടിവിറ്റീസ് ഉണ്ടെന്നല്ലേ എന്നല്ലേ അതിനർത്ഥം? അപ്പോ പ്രഹ്ലാദ മഹാരാജാവിനോട് വാമനദേവൻ പറയുകയാണ്, അങ്ങും കൂടെ എങ്ങോട്ട് വരിക, നമുക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് പോവാം, ഒരു ട്രിപ്പ് പോവാം. എവിടെ? താങ്കളുടെ പൗത്രനെ ഞാൻ സുതളം എന്നുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഞാൻ സെക്യൂരിറ്റി ഗാർഡായി അവിടെ നിൽക്കാൻ പോകുന്നു. അങ്ങും കൂടെ വാ, നമുക്ക് ഒരുമിച്ച് പോവാം. നമ്മുടെ ഫ്രണ്ട്സിനെ വിളിക്കൂലേ, നമ്മളൊരു സ്ഥലത്ത് പോകണം, വാ നമുക്ക് ഒരുമിച്ച് പോവാം എന്ന് പറയും. നമുക്ക് എന്താ, നമ്മുടെ രണ്ടുപേരുടെയും പ്രസൻസിൽ നമ്മൾ പരസ്പരം ഹാപ്പിയാണ്, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോവാന്നാണ് പറയുന്നത്. അങ്ങനെ സെക്യൂരിറ്റി പണി ചെയ്യാൻ നമ്മുടെ പ്രിയപ്പെട്ട ഭഗവാൻ വാമനദേവൻ സുതലത്തിലേക്ക് മഹാബലിയെ കൊണ്ട് അകമ്പടി സേവിച്ചുകൊണ്ട് പോകുമ്പോൾ കൂടെ നീയും കൂടെ വാ എന്ന് പറഞ്ഞ് പ്രഹ്ലാദനെ വിളിക്കുന്നു എന്നുള്ള ഭാഗം ശ്രീമദ് ഭാഗവതം ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ 8:22 8ാം ശ്ലോകം 8ാം കാൻഡോ 22ാം അധ്യായം 12ാം ശ്ലോകത്തിൽ പ്രഹ്ലാദ മഹാരാജ അവിടെ ആവിർഭവിച്ചു എന്ന് പറയുന്നു. അപ്പൊ മുക്തിക്ക് ശേഷവും ആക്ടിവിറ്റീസ് ഉണ്ട്. ഭഗവാന്റെ ലീലകളിൽ പങ്കെടുക്കാൻ നമുക്ക് പറ്റും. അപ്പൊ ഭഗവാൻ നമുക്ക് വ്യത്യസ്ത സർവീസ് അസൈൻ ചെയ്ത് തരും. ഇവിടെ അസൈൻ ചെയ്ത് തന്നിരിക്കുകയല്ലേ, വാ പ്രഹ്ലാദ നമുക്ക് സുതളത്തിലേക്ക് പോകാം. ഇങ്ങനെ വ്യത്യസ്ത ലീലകളിൽ ഭഗവാന്റെ കൂടെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ മുക്തിക്ക് ശേഷം നമ്മൾ മുക്താത്മാക്കളാവും. അങ്ങനെ നമുക്ക് ഭഗവാന്റെ ലീലകളിൽ വീണ്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വ്യത്യസ്ത രസങ്ങൾ ഭഗവാനുമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ നമുക്ക് കഴിയും. അതിന് ഭഗവത് സാക്ഷാത്കാരത്തിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്കത് കഴിയൂ. അങ്ങനെ ഭഗവത് സാക്ഷാത്കാരത്തിൽ എത്താൻ വേണ്ടി നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന പണി എന്ന് പറഞ്ഞാൽ ശ്രവണം. നമുക്ക് എന്നും കഴിയട്ടെ ഭഗവാന്റെ ലീലകളെ കുറിച്ച് രാവിലെ 8 മണിക്കും വൈകുന്നേരം 5 മണിക്കും എല്ലാ ഭക്തന്മാരും ഒരുമിച്ച് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ കാര്യം ഇന്നുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കും.
ഹരേ കൃഷ്ണ പ്രഭുജി. മാതാജി പ്രണാം. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? കൃഷ്ണ കൃപ ചോദിച്ചാലും മതി. 2 തരം ആത്മാക്കള്, നിത്യബദ്ധരും നിത്യമുക്തരും. നിത്യബദ്ധർ എന്ന് പറഞ്ഞാൽ ദേ ആർ ഓൾവേസ് കണ്ടീഷൻഡ് അല്ലേ? അതെ അതെ, നമ്മൾ അതിൽ പെടുന്നതാണ്. അതെ, നമ്മൾ നിത്യബദ്ധരാണ്. അപ്പൊ നിത്യം ഓൾവേസ് വി ആർ ബൗണ്ട് അല്ലേ? പക്ഷെ ആ നിത്യബദ്ധർക്ക് പോലും ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോയാൽ ഇനി ഈ ഭൗതിക ലോകത്തേക്ക് തിരിച്ചു വരണ്ട എന്ന് ഭഗവത്ഗീതയിൽ ശ്ലോകം ഉണ്ട്. പക്ഷെ നമ്മൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നിത്യബദ്ധർ എന്ന് പറഞ്ഞാൽ വി ആർ ഓൾവേസ് കണ്ടീഷൻഡ്. അപ്പം അതിന്റെ അർത്ഥം വി ഹാവ് നോ ചാൻസ് ടു ഗോ ടു ഗോലോക എന്നല്ലേ? എന്നല്ല 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 എന്നല്ല, നമ്മൾ നിത്യബദ്ധരാണ്. പക്ഷെ നമ്മൾ ഭഗവാന്റെ കാലടികൾ പിന്തുടരുന്ന പക്ഷം നമുക്ക് അതിൽ നിന്ന് മോചിച്ച് തിരിച്ചു പോകാൻ പറ്റും. ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോകാൻ പറ്റും. ഭഗവാന്റെ അടുത്ത് പോകുമ്പോൾ മുക്താത്മാക്കൾക്ക് മാത്രമല്ലേ പോകാൻ പറ്റൂ. അപ്പൊ നിത്യബദ്ധർക്ക് മുക്താത്മാവാൻ കഴിയും. പക്ഷെ അവർ പ്രോസസ്സിലൂടെ കടന്നു പോകണം എന്നാണ്. ഒരിക്കലും നമുക്ക് അതിന് മുക്തിയില്ല എന്ന് അതിനർത്ഥമില്ല. നമുക്ക് മുക്തി ഉണ്ട്. ഭഗവാന്റെ അടുത്ത് പോയാൽ തിരിച്ചു വരേണ്ടതില്ല എന്ന് ഭഗവാൻ പറയുമ്പോൾ നിത്യബദ്ധർക്കും മുക്തിക്ക് അർഹതയുണ്ട് എന്ന് തന്നെയാണ്. ആ പോസ്റ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ പ്രഭുജി, താങ്ക് യു. ഗ്രന്ഥരാ ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീത की जय, श्रील प्रभुपाद की जय, श्रील गुरुदेव की जय, गौर ब्रह्मदेव. थैंक यू. ഭഗവാനെ കാണിക്കാവോ? ഹരേ കൃഷ്ണ ബ്രോ, വളരെ നേരം ക്ലാസ് ബ്രോ. താങ്ക് യു. കൃഷ്ണകൃപയാൽ കൃഷ്ണകൃപയാൽ. ഞാന് ഭഗവാനെ കാണിക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. श्री जगन्नाथ भगवान की जय, श्री श्री सुभद्रा देवी की जय, श्री श्री बलदेव स्वामी की जय, श्री श्री नरसिंहदेव भगवान की जय, श्री श्री गौरनिता जी की जय, गौरनिता जी की जय, श्री श्री पंचदत्त, श्री श्री षडगोस्वामी प्रभु, श्रीला प्रभुपाद की जय. हरे